ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുവാണ് റെക്കോർഡിംഗ് ഒന്ന് ക്ലിയർ ആക്കാൻ. സോ കമ്മ്യൂണിക്കേഷന്റെ 5ാമത്തെ ലെക്ചറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കൺസെപ്റ്റ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് വി സെഡ്, ഈ ഒരു സിലബസിൽ നിന്നും ഈ ഒരു ഏരിയയിൽ നിന്നും നമുക്ക് റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ റെലവൻസ് അത്രയും കൂട്ടാനുള്ള റീസൺ. സോ എന്താണ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആർ എസെൻഷ്യൽ ഫ്രെയിംവർക്ക് which define how people interact to achieve specific goals. സോ എങ്ങനെയാണ് ആളുകൾ ഇന്ററാക്ട് ചെയ്യുന്നത്, അതിന്റെ ഫ്രെയിംവർക്ക് എങ്ങനെയാണ്? ആ ഒരു ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ ഡിഫറെന്റ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ കോംപ്ലെക്സ് ദാൻ മോസ്റ്റ് പീപ്പിൾ റിയലൈസ്. ഇറ്റ് ക്യാൻ ഇൻവോൾവ് വേരിയസ് ഫോംസ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം written text, then to diagrams, as well as multiple people from with different communication styles. ഇങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ കൺസെപ്റ്റ് അല്ല. ഇത്തരത്തിൽ പല രീതിയിലാകാം. ലൈക്ക് റിട്ടൺ ടെസ്റ്റുകളുടെ ട്രാൻസ്ഫോർമേഷൻ ആകാം, അല്ലെങ്കിൽ ഡയഗ്രംസ് വെച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാകാം, ഓർ സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആകാം. ഇത്തരത്തിൽ ഏത് രീതിയിൽ വേണമെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യാം. അതേപോലെ സൈമൾട്ടേനിയസ് ആയിട്ട് ഒരുപാട് പല രീതിയിലുള്ള ആളുകൾ, പല കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഈസ് റിയലി കോംപ്ലെക്സ്. ഇപ്പോൾ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ലിംഗ്വിസ്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള, സയന്റിസ്റ്റ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള 8 മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. മോഡേൺ വേൾഡിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന 8 മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ 8 മോഡലുകൾ നമ്മളെ സംബന്ധിച്ച് സിഗ്നിഫിക്കന്റ് ആണ്. ഓരോന്നിന്റെയും ഫീച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. ഈ പറയുന്ന 8 മോഡലുകളെ നമ്മൾ 3 ബ്രോഡ് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Okay, each of these models are divided into 3 categories. First is linear model, then interactive model, and transactional model. Okay, so what is linear model? Linear model എന്ന് പറഞ്ഞാൽ സിമ്പിൾ വൺ വേ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ്. വൺ വേ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നുള്ളെങ്കിൽ അത് ലീനിയർ ആണ്. ഓക്കെ, ദെൻ ഇന്ററാക്റ്റീവ് മോഡൽ 2 വേ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ആണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ട്രാൻസാക്ഷണൽ മോഡൽ 2 വേ കോൺവെർസേഷൻ wherein the message becomes more complex as the event or discussion progress. അതായത് ട്രാൻസാക്ഷണൽ കമ്മ്യൂണിക്കേഷൻ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. രണ്ട് പാർട്ടീസും അങ്ങോട്ടും ഇങ്ങോട്ടും, രണ്ട് ഗ്രൂപ്പ്സ് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇൻഫർമേഷൻ സെൻഡർ വിൽ ബിക്കം ദി റിസീവർ ആൻഡ് റിസീവർ വിൽ ബിക്കം സെൻഡർ. ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസാക്ഷണൽ മോഡൽ എന്ന് പറയും. സോ ഈ 3 ബ്രോഡ് കാറ്റഗറിയിൽ നമുക്ക് ഈ 8 മോഡലുകളെ ക്ലാസിഫൈ ചെയ്യാം. ലീനിയർ മോഡൽ, ഇന്ററാക്റ്റീവ് മോഡൽ ആൻഡ് ട്രാൻസാക്ഷണൽ മോഡൽ. ലീനിയർ മോഡൽ സിമ്പിൾ സെൻസിൽ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മോഡലാണെന്ന് പറഞ്ഞു. ദെൻ ഇന്ററാക്റ്റീവ് മോഡൽ 2 വേ കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. ട്രാൻസാക്ഷണൽ മോഡൽ 2 വേ കോൺവെർസേഷൻസ് ആണ്. അവിടെ മെസ്സേജ് കുറച്ചുകൂടി കോംപ്ലക്സ് ആണെന്ന് പറയാം. അതായത് ഇന്ററാക്ഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് രണ്ട് പാർട്ടീസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് ട്രാൻസാക്ഷണൽ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോന്നിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. ആദ്യം ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ കൺസെപ്റ്റ് നോക്കാം. ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഹാപ്പൻസ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. സെൻഡർ അദ്ദേഹത്തിന്റെ മെസ്സേജ് ഒരു മീഡിയ വഴി ആരിലേക്ക് എത്തിക്കുന്നു, റിസീവറിലേക്ക് എത്തിക്കുന്നു. ആ ഒരു രീതിയിൽ ഒരു വൺ വേ ഫ്രെയിംവർക്ക് ആണ് ഉള്ളതെങ്കിൽ അതിനെ ലീനിയർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. For instance, the broadcast you send to your entire team through your encrypted messaging app are a form of linear communication. നമ്മളൊരു ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് ഇടുന്നു വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ. അങ്ങനെയുള്ള ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണെങ്കിൽ, ഇപ്പോൾ മാസ് മീഡിയയിലൊക്കെ സംഭവിക്കുന്നത് നോർമലി ഒരു ലീനിയർ കമ്മ്യൂണിക്കേഷൻ ആണ്. നോർമലി എന്നേ പറഞ്ഞുള്ളൂ, എല്ലാ സാഹചര്യത്തിലും അങ്ങനെ ആണെന്നില്ല. സോ ദേ മേ എലിസിറ്റ് എ റെസ്പോൺസ്, ബട്ട് 2 വേ ഡിസ്കഷൻസ് ആർ ഇൻ ഓൾവേസ് നെസസറി. അതായത് ഇവിടെ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടാം, പക്ഷേ 2 വേ ഡിസ്കഷൻ ഹാപ്പൻ ചെയ്യണം നിർബന്ധമില്ല. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ലീനിയർ കമ്മ്യൂണിക്കേഷൻ. ഇൻ എ ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡൽ there are 3 core components. ഓക്കെ, സെൻഡർ, ചാനൽ ആൻഡ് റിസീവർ. ഇതിനകത്ത് ആ ഒരു ഓർഡർ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും സെൻഡർ ചാനലിലൂടെ മെസ്സേജ് റിസീവറിലേക്ക് എത്തുന്നത്. ഈ ഒരു സിമ്പിൾ കൺസെപ്റ്റ് ആണ് യഥാർത്ഥത്തിൽ ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡലിൽ വരുന്നത്. ഓക്കെ, so that is linear communication model. The sender transmits communication via a channel such as a messaging application.
The channel dictates the medium of the message, voice, visual, text, etc. And the receiver is the person who gets the message and takes the meaning from it. ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഇത്രയും സിമ്പിൾ ആണ്. ലീനിയർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഒന്നാമതായിട്ട് സെൻഡർ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മെസ്സേജ് ഒരു മീഡിയം വഴി ഒരു ചാനൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ലൈക്ക് ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷൻ ആണ്, വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പിലൂടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ആ ചാനൽ, ആ മീഡിയം ഇപ്പോൾ വോയിസ് ആകാം, ടെക്സ്റ്റ് ആകാം, അല്ലെങ്കിൽ വിഷ്വൽ മെസ്സേജുകളാകാം, ഇത് കൃത്യമായിട്ട് റിസീവറിലേക്ക് എത്തിക്കുന്നു. റിസീവർ ആ മെസ്സേജ് വായിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇത്രയുമുള്ള പ്രോസസ്സിംഗിൽ അതൊരു ലീനിയർ form of communication ആണ്. So linear forms of communication are most commonly used for business announcements such as broadcast, press release statements and marketing campaigns. The most common linear models are. So linear model എന്താണെന്നുള്ളത് ഐഡിയ കിട്ടിയല്ലോ. ഇവിടെ നമ്മൾ ഒരു ബിസിനസ് അനൗൺസ്മെന്റ് നടത്തുന്നു. വി ആർ നോട്ട് എക്സ്പെക്ടിങ് ആൻ ഇമ്മീഡിയറ്റ് റിപ്ലൈ. ഓക്കെ, അല്ലെങ്കിൽ ഒരു ബ്രോഡ്കാസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. നമ്മൾ അതിൽ നിന്നും ഒരു ഡയറക്റ്റ് റിപ്ലൈ ആഗ്രഹിക്കുന്നില്ല. ഒരു ഇൻഡിവിജ്വലെ ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ല, ഒരു വലിയ ഓഡിയൻസിന് മുമ്പിലേക്കാണ് ഇൻഫർമേഷൻ അറിയിക്കുന്നത്. പ്രസ് റിലീസ് സ്റ്റേറ്റ്മെന്റ്സും അതേ രീതിയിലാണ്. നമുക്ക് പറയാനുള്ള കാര്യം അറിയിച്ചു കഴിഞ്ഞു. ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡലിന് എക്സാമ്പിൾ ആണ്. സോ ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. 8 മോഡലുകളാണ് ടോട്ടൽ ഉള്ളത് നമ്മൾ പറഞ്ഞു. അതിൽ അരിസ്റ്റോട്ടിൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ലെസ്വെൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ദെൻ Shannon and Weaver model of communication and Barlow's SMCR model of communication. ഇത് 4 ലീനിയർ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ലീനിയർ മോഡൽസിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത്. ഇതിൽ ഓരോന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് 100% കോൺസെൻട്രേഷൻ ഈ ഏരിയയിൽ കൊടുക്കുക. ഫസ്റ്റ് ഈസ് അരിസ്റ്റോട്ടിൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിന്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് പെർഹാപ്സ് ദി ഓൾഡസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മോഡൽ മോസ്റ്റ് പീപ്പിൾ ആർ ഫെമിലിയർ വിത്ത്. 300 BC ആണ് അദ്ദേഹത്തിന്റെ ടൈം പീരീഡിൽ. ആ ഒരു സമയത്ത് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അരിസ്റ്റോട്ടിൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അറിയപ്പെടുന്നത്. ദി മോഡൽ എക്സാമിൻസ് ഹൗ പീപ്പിൾ പ്രസന്റ് മെസ്സേജസ് ഇൻ എ പെർസ്വേസീവ് ഇംപാക്ട്ഫുൾ മാനർ. എങ്ങനെയാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു പെർസ്വേസീവ് മാനറിൽ, അല്ലെങ്കിൽ അതിനൊരു സിഗ്നിഫിക്കൻസ് കൊടുത്തുകൊണ്ട് ഒരു ഇംപാക്ട്ഫുൾ മാനറിൽ എങ്ങനെ നമ്മൾ സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തിക്കുന്നു എന്നാണ് ഈ മോഡൽ പറയുന്നത്. സോ സിംപ്ലി ഓർക്കുക, ദിസ് മോഡൽ എക്സാമിൻസ്, എന്താ എക്സാമിൻ ചെയ്യുന്നത്? എക്സാമിൻസ് ഹൗ പീപ്പിൾ പ്രസന്റ് മെസ്സേജസ്, എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വൽസും അദ്ദേഹത്തിന്റെ അവരുടെ മെസ്സേജുകൾ പ്രസന്റ് ചെയ്യുന്നത്. ദാറ്റ് ഷുഡ് ബി ഇൻ എ പെർസ്വേസീവ് ഓർ ഇംപാക്ട്ഫുൾ മാനർ. അതിനെ പറ്റിയാണ് ഒരു പെർസ്വേസീവ്, ഒരു കമ്പൽ ചെയ്യുന്ന, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ കമ്പൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉള്ള രീതിയിലുള്ള മെസ്സേജ് എങ്ങനെ ഓരോ ഇൻഡിവിജ്വൽസും പ്രസന്റ് ചെയ്യുന്നു എന്നാണ് അരിസ്റ്റോട്ടിൽസ് മോഡൽ പറയുന്നത്. Aristotle said that in order to communicate effectively, we need to consider these 5 elements within any communication event. അരിസ്റ്റോട്ടലിന്റെ വ്യൂ പോയിന്റ് 5 എലമെന്റുകളുണ്ട്. ഈ 5 എലമെന്റുകളെ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ എഫക്റ്റീവ്നെസ് പറയുന്നത്. ഫസ്റ്റ് എലമെന്റ് ഈസ് സ്പീക്കർ, ദി പേഴ്സൺ ഡെലിവറിംഗ് ദി മെസ്സേജ്. ആരാണോ ഈ മെസ്സേജ് ഡെലിവർ ചെയ്യുന്നത് അദ്ദേഹമാണ് സ്പീക്കർ. ദെൻ സ്പീച്ച്, ദി ഇൻഫർമേഷൻ ആൻഡ് ഹൗ ഇറ്റ്സ് പോർട്രേഡ്. സോ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സ്പീച്ച് എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ ആണ്. ആ ഇൻഫർമേഷൻ അദ്ദേഹം എങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നത്, എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് കേട്ടോ. ദെൻ അതിനുശേഷം ദി ഒക്കേഷൻ, ദി കോണ്ടെക്സ്റ്റ് സറൗണ്ടിങ് ദി കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു സിറ്റുവേഷൻ എന്താണ്, ആ കോണ്ടെക്സ്റ്റ് എന്താണ് എന്നുള്ളതാണ് ഒക്കേഷനിൽ വരുന്നത്. ദെൻ ദി ടാർഗറ്റ് ഓഡിയൻസ്, ഹൂ വിൽ ബി റിസീവിംഗ് ദി മെസ്സേജ്, ആർക്കാണ് ഈ ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് ദി ഇഫക്റ്റ്, ദി ഗോൾ ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ, എന്തിനു വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ആ ഒരു ഇഫക്റ്റ് ആണ് ആ പോയിന്റിൽ വരിക. സോ ദീസ് ആർ ദി 5 എലമെന്റ്സ്. അപ്പോൾ അരിസ്റ്റോട്ടിൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രകാരം 5 ബേസിക് എലമെന്റ്സ് ആണ് കമ്മ്യൂണിക്കേഷനിലുള്ളതെന്ന് അദ്ദേഹം പറയുന്നത്. ഈ 5 ബേസിക് എലമെന്റ്സ് കൺസിഡർ ചെയ്യുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആകുന്നത്. ഒന്നാമത്തെ എലമെന്റ് സ്പീക്കർ ആണ്, അദ്ദേഹമാണ് മെസ്സേജ് ഡെലിവർ ചെയ്യുന്നത്. ദെൻ സ്പീച്ച്, ഇത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ അദ്ദേഹം എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് സ്പീച്ചിന്റെ ഭാഗമായിട്ട് വരുന്നത്. ദെൻ ഒക്കേഷൻ, കോണ്ടെക്സ്റ്റ്, ദെൻ ടാർഗറ്റ് ഓഡിയൻസ്, ആർക്കാണ് ഈ മെസ്സേജ് അയക്കുന്നത്, ആൻഡ് ദി എഫക്റ്റ്, ഏത് രീതിയിലാണ് ഈ മെസ്സേജ് അദ്ദേഹത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്യരുത്, അല്ലെങ്കിൽ ഈ മെസ്സേജ് വഴി എന്താണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, അതാണ് അതിന്റെ ഇഫക്റ്റ്. ഓക്കെ, സോ ഹി ഓൾസോ ഡിഫൈൻഡ് 3 കോർ എലമെന്റ്സ് വിച്ച് ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന 3 എലമെന്റ്സിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്.
On the ethos or the credibility of the speaker and the authority they have in their space is the first element. അതായത് സ്പീക്കറുടെ അതോറിറ്റി, സ്പീക്കർ എത്രമാത്രം ക്രെഡിബിൾ ആണ്, അദ്ദേഹം ക്രെഡിബിൾ ആണെങ്കിൽ അദ്ദേഹം പറയുന്ന യോഗ്യമാണെങ്കിൽ അദ്ദേഹം പറയുന്ന മെസ്സേജിന് ക്രെഡിബിലിറ്റി ഉണ്ടാവും. ഓക്കെ, അതാണ് എത്തോസ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്പീക്കറുടെ യോഗ്യത. ഓക്കെ, then pathos, which connects the speaker to the audience through different emotions, is the second. പാത്തോസ് എന്ന് പറഞ്ഞാൽ സ്പീക്കർ ഏത് രീതിയിലാണ് ഓഡിയൻസുമായിട്ട് ഇമോഷൻസ് കൺവേ ചെയ്യുന്നത്, എങ്ങനെയാണ് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അത് ഏത് ഇമോഷൻസ് കൺവേ ചെയ്തുകൊണ്ടാണ്, എങ്ങനെയാണെന്നുള്ളതാണ് പാത്തോസ് പറയുന്നത്. ആൻഡ് ഫൈനലി ലോഗോസ്, വിച്ച് സിഗ്നിഫൈസ് ലോജിക് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ മെസ്സേജ് ഈസ് ഡീകോഡഡ് കറക്റ്റ്ലി. ഓക്കെ, 3 കാര്യങ്ങൾ. സോ 3 കോർ എലമെന്റ്സ് പറഞ്ഞു. അദ്ദേഹം തന്നെയാണ് 5 ബേസിക് എലമെന്റ്സ് ഉണ്ടെന്നും ദെൻ 3 കോർ എലമെന്റ്സ് അതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കും എന്ന് പറഞ്ഞത്. ആ 3 കോർ എലമെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് എത്തോസ് ആണ്. എന്താണ് എത്തോസ്? ക്രെഡിബിലിറ്റി, റൈറ്റ്? സ്പീക്കറുടെ ക്രെഡിബിലിറ്റി, അദ്ദേഹത്തിനുള്ള സ്പേസ്, അദ്ദേഹത്തിന്റെ അതോറിറ്റി, ഇവയൊക്കെയാണ് എത്തോസിന്റെ ഭാഗമായിട്ട് പറയുന്നത്. രണ്ടാമതായിട്ട് പാത്തോസ്. പാത്തോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് കണക്ട്സ്, എങ്ങനെയാണ് ആ സ്പീക്കർ അദ്ദേഹത്തിന്റെ മീൻസ് റെസ്പോണ്ടൻസുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിസീവറുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അത് അദ്ദേഹം കാണിക്കുന്ന ഇമോഷൻസും അത് എങ്ങനെ ആ മെസ്സേജ് കൺവേ ചെയ്തു എന്നുള്ളതാണ് പാത്തോസിൽ വരുന്നത്. ദെൻ ലോഗോസ്. ലോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് വിച്ച് സിഗ്നിഫൈസ് ദി ലോജിക്. ഓക്കെ, ലോജിക്കിന്റെ സിഗ്നിഫിക്കൻസ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ ദി മെസ്സേജ് ഈസ് ഡീകോഡഡ് കറക്റ്റ്ലി. അതായത് മെസ്സേജിനകത്ത് എറേഴ്സ് ഒന്നും വന്നിട്ടില്ല, ലോജിക്കലി ഡ്രോൺ ആണ് എന്ന് ഉറപ്പാക്കലാണ് ലോഗോസിൽ വരുന്നത്. സോ എത്തോസ് സ്പീക്കറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പാത്തോസ് എങ്ങനെ സ്പീക്കർ റിസീവറുമായി അല്ലെങ്കിൽ റെസ്പോണ്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് എന്തിൽ വരുന്നത്? പാത്തോസിൽ വരുന്നത്. ഞാൻ ലോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക് ആണ്, മീൻസ് ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഡീകോഡ് ചെയ്തിരിക്കുന്നത് പ്രോപ്പർ ആയിട്ടാണ് എന്ന് എൻഷുർ ചെയ്യുക. ഈ 3 എലമെന്റ്സ് കൂടി ചേരുമ്പോൾ മാത്രമേ കമ്മ്യൂണിക്കേഷൻ എഫിഷ്യന്റ് ആകൂ എന്നാണ് ആര് പറയുന്നത്? അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഓക്കെ, അരിസ്റ്റോട്ടിന്റെ 5 ബേസിക് എലമെന്റ്സ് നമ്മൾ കണ്ടു. അതിനുശേഷം 3 കോർ എലമെന്റ്സിനെ പറ്റി അധികം പറയുന്നുണ്ട്. അത് എത്തോസ്, പാത്തോസ് ആൻഡ് ലോഗോസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ അരിസ്റ്റോട്ടിൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ ഓർക്കേണ്ടതുള്ളൂ. അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണ് ക്രോസ് ചെക്ക് ചെയ്യുന്നത്? ഇവിടെ അദ്ദേഹം പറയുന്നത് ഹൗ പീപ്പിൾ പ്രസന്റ് മെസ്സേജസ് ഇൻ എ പെർസ്യൂസീവ് ആൻഡ് ഇമ്പാക്ട്ഫുൾ മാനർ. അതാണ്, അതിനെ പറ്റിയാണ്, എങ്ങനെ ആ വ്യക്തികൾ അവരുടെ മെസ്സേജുകൾ അവതരിപ്പിക്കുന്നു, ആ അവതരിപ്പിക്കുന്ന രീതിയെ പറ്റിയാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അപ്പൊ മെസ്സേജുകളായി അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട 5 എലമെന്റ്സ് ഉണ്ട്. സ്പീക്കർ, സ്പീച്ച്, ഒക്കേഷൻ, ടാർഗറ്റ് ഓഡിയൻസ് ആൻഡ് ഇഫക്റ്റ്. അത് കൂടാതെ മെസ്സേജിന് 3 കോർ എലമെന്റ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അത് എത്തോസ്, പാത്തോസ് ആൻഡ് ലോഗോസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? റൈറ്റ്, ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഇനി രണ്ടാമത്തെ മോഡൽ, ദാറ്റ് ഈസ് ലെസ്വെൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ലെസ്വെൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ is like Aristotle's models, revolves around 5 key elements. 5 key elements തന്നെയാണ് ഇവിടെയും പ്രസന്റ് ചെയ്യുന്നത്. However, these elements are presented as questions the speaker need to ask. The core components of ലെസ്വെൽ മോഡൽ includes, അതായത് അരിസ്റ്റോട്ടിൽ എങ്ങനെയാണ് 5 എലമെന്റ്സിനെ പറ്റി പറഞ്ഞത്? ഈ 5 എലമെന്റ്സ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്, റൈറ്റ്? ഓക്കെ, പക്ഷെ ഇവിടെ വരുമ്പോൾ ലെസ്വെൽ അവതരിപ്പിക്കുന്ന ഈ 5 എലമെന്റ്സിനെ ക്വസ്റ്റ്യൻ രൂപേണയാണ്. അതായത് ഇവിടെ അദ്ദേഹം അവതരിപ്പിക്കുന്ന 5 എലമെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ഹു വാസ് റെസ്പോൺസിബിൾ ഫോർ സെൻഡിങ് ദി മെസ്സേജ്, ദാറ്റ് സെൻഡറെ പറ്റി തന്നെയാണ് പറയുന്നത്. പക്ഷെ ആ പറയുന്ന പോയിന്റുകളെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ലെസ്വെൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ മോഡൽ പ്രകാരം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹു എന്ന് പറഞ്ഞാൽ ഹു വാസ് റെസ്പോൺസിബിൾ ഫോർ സെൻഡിങ് ദി മെസ്സേജ്. ആരാണോ ഈ മെസ്സേജ് അയക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അദ്ദേഹമാണ് ഹൂവിൽ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. 2 വാട്ട് ഇൻഫർമേഷൻ നീഡ് ടു ബി പോർട്രേഡ് ഇൻ ദി മെസ്സേജ്. ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻ ആണ് മെസ്സേജിനകത്ത് പോർട്രേ ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് വിച്ച് ചാനൽ, വിച്ച് മെത്തേഡ് ഡസ് ദി സ്പീക്കർ യൂസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന് വേണ്ടി ഏത് ചാനലാണ്, ഏത് മെത്തേഡാണ് സ്പീക്കർ ഉപയോഗിക്കേണ്ടത്. ടു ഹു ഈസ് റിസീവിങ് ദി മെസ്സേജ്, ആരിലേക്കാണ് ഈ മെസ്സേജ് കിട്ടേണ്ടത്, റിസീവർ ആരാണ്. ആൻഡ് വാട്ട് എഫക്ട്സ്, മീൻസ് വാട്ട് ഇമ്പാക്ട് ഈസ് ദി മെസ്സേജ് ഇന്റൻഡഡ് ടു ഹാവ്. അതായത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ 2 മോഡൽ സിമിലർ ആയിട്ട് തോന്നും, റൈറ്റ്?
ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്പീക്കർ ആരാണ്? സ്പീക്കർ ക്യാൻ സി ഹൂ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ സ്പീക്കർ ആണ്. ദെൻ അതേപോലെ വാട്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ആ ഇൻഫർമേഷൻ? സ്പീച്ച് ആണ്, റൈറ്റ്? സ്പീച്ച് ആണ്. അപ്പോൾ നമ്മൾ ഓരോ പോയിന്റ് നോക്കുമ്പോഴും ചാനൽ ആയാലും അല്ലെങ്കിൽ ആർക്കാണ് ഈ അഡ്രസ് ചെയ്യുന്നത്, എഫക്റ്റ് എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ കൺസെപ്റ്റിനെ തന്നെ അരിസ്റ്റോട്ടിൽ മോഡലിൽ തന്നെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ബേസിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലെസ്വെൽ മോഡൽ അരിസ്റ്റോട്ടിൽ മോഡൽ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഓക്കെ, സോ ദിസ് മോഡൽ സജസ്റ്റ് ദാറ്റ് every aspect of communication process can impact the resulting effect. കമ്മ്യൂണിക്കേഷന്റെ ഏതൊരു ആസ്പെക്റ്റും അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ പോയിന്റും ഹൂ വാട്ട് വിച്ച് ഹും ആൻഡ് ഇങ്ങനെ പറഞ്ഞ ഓരോ ക്വസ്റ്റ്യനുകളുണ്ടല്ലോ, അങ്ങനെ വരുന്ന ഓരോ എലമെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷനും നമ്മളുടെ ആ ഒരു എഫക്റ്റിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ് എ ബ്രോഡ്കാസ്റ്റ് അബൌട്ട് പ്രൊഡക്ടിവിറ്റി സെൻഡ് ത്രൂ എ പ്രൊഡക്ടിവിറ്റി ആപ്പ് by a business leader is likely to have more of an impact than the same message mentioned in passing by a colleague. Okay, so ഒരേ മെസ്സേജ് തന്നെ രണ്ട് ഇൻസ്റ്റൻസുകളിൽ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മുടെ ഒരു കൊളീഗ് നമ്മളുടെ അടുത്ത് ഒന്ന് പറയുകയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകണം, ഇങ്ങനെയൊക്കെ തീരുമാനിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്, മാനേജ്മെന്റ് ഇപ്പോൾ തന്നെ ഒരു ഓർഡർ പാസ്സാക്കും എന്ന് നമ്മളോട് പറയുന്നതാണോ, മാനേജ്മെന്റ് ഓർഡർ ഒഫീഷ്യൽ ചാനലിൽ നമുക്ക് അവരുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ വരുമ്പോൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്? ഓക്കെ, അതായത് ഈ പറയുന്ന സിറ്റുവേഷൻ എലമെന്റ് മാറുന്നതിനനുസരിച്ച് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെസ്സേജ് ഒന്ന് തന്നെ ആയാലും എഫക്റ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും എന്നാണ് ഈ മോഡല് പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കിയാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. എ ബ്രോഡ്കാസ്റ്റ് അബൌട്ട് പ്രൊഡക്ടിവിറ്റി സെൻഡ് ത്രൂ എ പ്രൊഡക്ടിവിറ്റി ആപ്പ് by a business leader is likely to have more impact than the same message mentioned in passing by a colleague. നമ്മുടെ കൊളീഗ് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളുടെ സീനിയർ അല്ലെങ്കിൽ നമ്മളുടെ ലീഡർ പറയുന്നതിനകത്ത് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കും. സിമിലർ ടു അരിസ്റ്റോട്ടിൽ, ലാസ്വെൽ ഓൾസോ believed each speaker should always consider their audience before begin communicating to tailor the message to their needs. അതായത് ഇവിടെ പറയുന്ന കൺസെപ്ച്വലി ഇവർ രണ്ടുപേരും പറയുന്ന ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അരിസ്റ്റോട്ടിൽ പറയുന്ന ഇതേ എലമെന്റുകൾ ഉണ്ട്, ആ എലമെന്റുകൾ കൃത്യമായിട്ട് നോക്കണം, അത് വെച്ചുകൊണ്ടായിരിക്കണം മെസ്സേജ് കൺവേ ചെയ്യേണ്ടതെന്നാണ്. ലെസ്വെൽ പറയുന്നത് അതേ രീതിയിലാണ്. ഈ ക്വസ്റ്റ്യൻസ് മുൻകൂട്ടി നമ്മൾ ചെക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് വഴി മാത്രമേ നമുക്ക് മെസ്സേജ് നമ്മളുടെ യഥാർത്ഥ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. നമ്മുടെ ഓഡിയൻസ് ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഒരേ മീനിങ് തന്നെയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. സോ ദാറ്റ് ഈസ് ദി സെക്കൻഡ് മോഡൽ, ലെസ്വെൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെ ഓർക്കണം? ലെസ്വെൽ മോഡൽ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ മോഡൽ പോലെ തന്നെയാണ്. ഇവിടെ വ്യത്യാസം വരുന്നത്, ഇവിടെ ആ ഓരോ എലമെന്റിനെ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഹൂ, വാട്ട്, വിച്ച് ചാനൽ, ടു ഹൂം ആൻഡ് വാട്ട് എഫക്റ്റ്. ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് വഴി ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കാൻ സാധിക്കും എന്നാണ് ലെസ്വെൽ പറയുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? തിയറിയാണ്, ആ തിയറി സെൻസിൽ തന്നെ മനസ്സിലാക്കുക. കൺസെപ്റ്റ്സ് എല്ലാം നമുക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അടുത്തതിലേക്ക് പോകാലോ. മൂന്നാമത്തെ മോഡലാണ് ഷാനോൺ ആൻഡ് വീവർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദി മോഡേൺ വേൾഡ്. ദി ഷാനോൺ ആൻഡ് വീവർ മോഡൽ was one of the first to address the influence of noise in communication. So you need to understand one thing. ഇവിടെ നമ്മൾ പറയുന്ന രണ്ട് മോഡലുകൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ രണ്ട് മോഡലുകളിലും നോയ്സിനെ പറ്റി എവിടെയെങ്കിലും പറഞ്ഞിരുന്നോ? നോയ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബാരിയർ, റൈറ്റ്? കമ്മ്യൂണിക്കേഷന്റെ ഇഫക്റ്റീവ്നെസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ബാരിയർ ആണ് നോയ്സ്. ആ നോയ്സിനെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് ഒരിടത്തും തന്നെ പറഞ്ഞിട്ടില്ല. അതായത് ഇതിനു മുമ്പ് പറഞ്ഞ അരിസ്റ്റോട്ടിൽ മോഡലായാലും അതേപോലെ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ലെസ്വെൽസ് മോഡലായാലും നമ്മൾ ഒരിടത്തും തന്നെ നോയ്സ് ഒരു കൺസെപ്റ്റ്, ഒരു ബാരിയർ ആയിട്ട് നമ്മൾ എടുത്തിട്ടില്ല. പക്ഷേ ഷാനോൺ ആൻഡ് വീവർ മോഡലിലാണ് ആദ്യമായിട്ട് ഈ ഒരു പ്രശ്നം നമ്മൾ കൺസിഡർ ചെയ്തത്. ഓക്കെ, സോ ദി മോഡൽ വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് ടു അഡ്രസ് ദി ഇൻഫ്ലുവൻസ് ഓഫ് നോയ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ വിച്ച് ക്യാൻ ഡിസ്റപ്റ്റ് എ മെസ്സേജ്. മെസ്സേജിന് ഒരു നോയ്സ് കാരണം ഡിസ്റപ്റ്റ് ചെയ്യപ്പെടാം. സോ ഷാനോൺ ആൻഡ് വീവർ believed their work during the World War. Shannon and Weaver developed their work during the World War, aiming to find out which channels were most effective for communication. അവർ വേൾഡ് വാർ ടൈമിൽ ക്രിയേറ്റ് ചെയ്ത, സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ, അതായത് 1939 to 45 അല്ലെ, ആ ഒരു ടൈം ഫ്രെയിമിലാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ ക്രിയേറ്റ് ചെയ്തത്. അതിനകത്ത് അവർ എയിം ചെയ്തത് ഏത് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് കൂടുതൽ ഇഫക്റ്റീവ് എന്നറിയാനാണ്.
സോ ഡിഫറെന്റ് ചാനൽസ് യൂസ് ചെയ്തിട്ട് ഏതാണ് കൂടുതൽ ഇഫക്റ്റീവ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഷനൻ ആൻഡ് വീവർ മോഡൽ ശ്രമിച്ചത്. ഓക്കെ, so the model, like many linear communication models, looks at 5 key parts within an instance of communication. ഇവിടെയും 5 key elements, ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡൽ ഈ 5 എലമെന്റ്സിലൂടെയാണ് പോകുന്നത്. അത് ഓർത്തേക്കാം. അപ്പൊ ഈ 5 എലമെന്റ്സിനെ പറ്റി ആണ് കൃത്യമായിട്ട് പഠിക്കാനാണ് ഈ പറയുന്ന ഷനൻ വീവർ മോഡലും ശ്രമിച്ചത്. സോ 5 എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ദി സെൻഡർ, എൻകോഡർ, ചാനൽ, ഡീകോഡർ ആൻഡ് റിസീവർ. So the message emphasizes the importance of encoding a message by turning it into written words, voice, video, or visuals. It also highlights the importance of a receiver being able to make sense of the message through decoding. അതായത് ഈ ഒരു മോഡലിൽ, അതായത് നമ്മളിപ്പോൾ പറയുന്ന ഷനൻ ആൻഡ് വീവർ മോഡലിലേക്ക് വരുമ്പോൾ എൻകോഡിങ്ങിനും ഡീകോഡിങ്ങിനും കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നുണ്ട്. എൻകോഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ കയ്യിലുള്ള ഐഡിയയെ മെസ്സേജ് ആക്കി മാറ്റുന്നതിനെ എൻകോഡിംഗ് എന്ന് പറയും. നമ്മുടെ കയ്യിലുള്ള ഐഡിയയെ നമ്മളൊരു വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വേർഡ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് എൻകോഡിംഗ്. വിഷ്വൽ ആകാം, വോയിസ് ആകാം, വീഡിയോ ആകാം. അങ്ങനെ ഏതൊരു ഫ്രെയിം വർക്കിലേക്ക് നമ്മൾ അതിനെ മാറ്റുന്നുണ്ടോ, ഐഡിയ ചേഞ്ച് ചെയ്യുന്നുണ്ടോ, അതിനെയാണ് നമ്മൾ എൻകോഡിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ദെൻ ആ എൻകോഡ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷനെ റിസീവർ മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ് ഡീകോഡ് ആവുന്നത്. അതായത് ആ റിട്ടേൺ ആയിട്ടില്ല, ഇപ്പോൾ ഒരു മെസ്സേജ് റിട്ടേൺ ആയിട്ടാണ് സെൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ റിട്ടേൺ മെസ്സേജ് വായിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഹീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് യഥാർത്ഥത്തിൽ ഡീകോഡിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൽ രണ്ടിന്റെയും സിഗ്നിഫിക്കൻസ് ഈ ഒരു മോഡലിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. Then Shannon and Weaver suggested that common issues such as noise or static on a radio broadcast, misspelling in an email, and other problems can significantly influence the quality of communication. So ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഷനൻ വീവർ മോഡലിൽ എംഫസൈസ് ചെയ്തിരിക്കുന്ന 2-3 ഏരിയാസ്. ഒന്ന് നോയ്സ്, അല്ലെങ്കിൽ റേഡിയോ ബ്രോഡ്കാസ്റ്റിൽ വരുന്ന ചില സ്റ്റാറ്റിക് ഇഷ്യൂസ്, കൃത്യമായിട്ട് ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നില്ല, എറേസ് ഒക്കെ വരാം, അല്ലെങ്കിൽ ഇമെയിൽ ആണെങ്കിൽ സ്പെല്ലിംഗ് ഒക്കെ മിസ്പെല്ലൊക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ, അതൊക്കെ മറ്റ് നമ്മളുടെ ക്വാളിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബാരിയർ. അങ്ങനെയുള്ള ബാരിയേഴ്സ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഷാനനും വീവറും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. Okay, they suggested that common issues such as noise or static on a radio broadcast, misspelling in an email, and other problems can significantly influence the quality of communication. A newer version of Shannon-Weaver model adds feedback as the 6th component of the framework, which makes the model more collaborative rather than a simply linear model. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ലീനിയർ മോഡലിന്റെ ഭാഗമായിട്ടാണ്. ലീനിയർ മോഡലിന്റെ ഏറ്റവും കീ ഫീച്ചർ എന്താണ്? ഇതൊരു 1-way കമ്മ്യൂണിക്കേഷൻ മോഡലാണ്, റൈറ്റ്? 1-way ആണ്. അതായത് സെൻഡർ അദ്ദേഹത്തിന് കൺവേ ചെയ്യാനുള്ള ഇൻഫർമേഷൻ റിസീവറിലേക്ക് എത്തിക്കുന്നു. അതാണ് 1-way മോഡൽ. അപ്പോൾ ഈ കണ്ട അരിസ്റ്റോട്ടിൽ മോഡലായാലും നമ്മൾ പറഞ്ഞ ലെസ്വൽ മോഡലായാലും അതേപോലെ ഷനൻ ആൻഡ് വീവർ മോഡലായാലും ഇത് മൂന്നും യഥാർത്ഥത്തിൽ ഒരു 1-way കമ്മ്യൂണിക്കേഷൻ മോഡലാണ്. പക്ഷേ മോഡേൺ വെർഷൻ, ഇപ്പോൾ ഷനൻ ആൻഡ് വീവറിന്റെ ഒറിജിനൽ മോഡൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ന്യൂവർ വെർഷൻസ് ഒക്കെ വരുമ്പോൾ അവര് ഫീഡ്ബാക്ക് ഒരു 6th എലമെന്റ് ആയിട്ട് പറയുന്നുണ്ട്. ഫീഡ്ബാക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ 2-way കമ്മ്യൂണിക്കേഷൻ, റൈറ്റ്? അതൊരു ലീനിയർ മോഡലിനേക്കാൾ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിരിക്കും ഫീഡ്ബാക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ. സോ 6th കോമ്പോണന്റ് ആയിട്ട് ഫീഡ്ബാക്ക് കൂടി ഷാനൻ ആൻഡ് വീവർ മോഡലിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഓർക്കുക. ഇത്രയുമാണ് ഷാനൻ ആൻഡ് വീവർ മോഡൽ ഓർക്കേണ്ടത്. 4ാമത്തെ മോഡലാണ് ബെർലോസ് SMCR മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. Okay, so Berlow's communication model is a little more detailed than some of the other linear framework we have looked at so far. This approach breaks communication into 4 steps with core components included in each of them. അതായത് ബെർലോയുടെ കമ്മ്യൂണിക്കേഷൻ മോഡലിൽ കമ്മ്യൂണിക്കേഷനെ 4 സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്യാണ്, 4 സ്റ്റെപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഈ ഓരോ സ്റ്റെപ്പിലും കമ്മ്യൂണിക്കേഷന്റെ കോർ കോമ്പോണൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തത് സോഴ്സ്. SMCR മോഡലാണല്ലോ. SMCR stands for, you can see it here, S for source, M for message, C for channel, and R for receiver. So first is source, the communication skills, attitude, knowledge, society, system, and culture of the person sending the message.
സോഴ്സുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യും. അതായത് ആ ഇൻഡിവിജ്വലിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ആ സോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? സെന്ററാണ്. സോ സെന്ററുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിന്റെ നോളജ്, അദ്ദേഹത്തിന്റെ സൊസൈറ്റൽ സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്, കൾച്ചർ, ഇവയെല്ലാം അദ്ദേഹത്തിന് ആ മെസ്സേജ് കൺവേ ചെയ്യുന്നതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട്. രണ്ടാമതായിട്ട് മെസ്സേജിന്റെ സ്ട്രക്ചർ, എലമെന്റ്സ്, കണ്ടന്റ് ആൻഡ് ദി മാനേജ്മെന്റ് ഓഫ് ദി മെസ്സേജ് ആസ് വെൽ ആസ് എനി കോഡ്, ജാർഗൺ ഓർ സ്പെസിഫിക് ലാംഗ്വേജ് ദാറ്റ് മേ ബി യൂസ്ഡ്. അതായത് മെസ്സേജ് എന്ന് പറയുമ്പോൾ എല്ലാം വരും. എങ്ങനെയാണ് അതിനെ സ്ട്രക്ചർ ചെയ്യുന്നത്, അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എലമെന്റ്സ്, കണ്ടന്റ്, വേർഡ് എങ്ങനെയാണ് മാനേജ് ചെയ്തിരിക്കുന്നത്, ആൻഡ് ഏതെങ്കിലും രീതിയിലുള്ള കോഡുകളോ ടെക്നിക്കൽ ജാർഗൺസോ ഏതെങ്കിലും ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടുള്ള മറ്റ് ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മെസ്സേജിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ പറയുന്ന ഓരോ കോമ്പോണന്റും മെസ്സേജിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തു. ദെൻ ചാനൽ എന്ന് പറയുമ്പോൾ ഹൗ ദി മെസ്സേജ് ഇസ് ട്രാൻസ്മിറ്റഡ് ആൻഡ് ഹൗ ഇറ്റ് അഫക്ട് ദി സെൻസ് ഓഫ് സൈറ്റ്, ടച്ചിങ്, ഹിയറിംഗ്, സ്മെൽ ആൻഡ് ടേസ്റ്റ്. ഓക്കെ, ചാനൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ ഒരു മീഡിയം എന്നുള്ളതിലുപരിയായിട്ട് ഈ മീഡിയത്തിലൂടെ മെസ്സേജ് റിസീവറിലേക്ക് എത്തുമ്പോൾ റിസീവർ അതെങ്ങനെ തിരിച്ചറിയും, അദ്ദേഹത്തിന് കാഴ്ച അതെങ്ങനെ അഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹിയറിങ്ങിന് എങ്ങനെയാണത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ടച്ച്, സ്മെൽ അല്ലെങ്കിൽ ടേസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴിയായിരിക്കും അദ്ദേഹം, ബിക്കോസ് അദ്ദേഹത്തിന് സെൻസോ ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻ വഴിയാണ് കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. ആരാ? റിസീവർ, റൈറ്റ്? റിസീവർ ഈ ഓരോ കാര്യങ്ങൾ തിരിച്ചറിയുന്നത് ആ ചാനലിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കിയെടുക്കുന്നതാണ്. സോ അതുവഴി ചാനലിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ചാനലിന് റൈറ്റ് മെസ്സേജ് റിസീവറിലേക്ക് എത്തിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈ പറയുന്ന ഓരോ ഫാക്ടേഴ്സും അതിനെ അഫക്ട് ചെയ്യുന്നു പറഞ്ഞത്. ദെൻ റിസീവർ ഹു എൻകൗണ്ടേഴ്സ് ദി മെസ്സേജ്, their attitude, knowledge, communication skills, societal skills, system and culture. Like in the case of source, സോഴ്സിൽ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, വായിച്ച് മനസ്സിലാക്കാനുള്ള എബിലിറ്റി വേണം. അതിന്റെ ആറ്റിറ്റ്യൂഡ്, നോളജ്, സൊസൈറ്റൽ സ്കിൽസ് ആൻഡ് കൾച്ചർ, ഇവയെല്ലാം ആ മെസ്സേജിന്റെ വായിച്ചെടുക്കുന്നതിൽ മീൻസ് റിസീവറുടെ ഭാഗത്തു നിന്നുള്ള ഈ ക്വാളിറ്റീസ് എല്ലാം യഥാർത്ഥത്തിൽ ആ കമ്മ്യൂണിക്കേഷനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ പറയുന്ന 4 എലമെന്റ്സ് ആണ് കമ്മ്യൂണിക്കേഷനെ അഫക്ട് ചെയ്യുന്നതെന്നാണ് ആര് പറഞ്ഞത്? ബെർലോ പറഞ്ഞത്. ഓക്കെ, ബെർലോസ് SMCR മോഡൽ എന്നാണ് പറയുക. SMCR സ്റ്റാൻഡ്സ് ഫോർ സോഴ്സ്, ദെൻ മെസ്സേജ്, ചാനൽ ആൻഡ് റിസീവർ. ഓക്കെ, അതിൽ ഓരോന്നുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ഡീറ്റെയിൽഡ് മോഡലാണെന്ന് നമ്മൾ പറയാനുള്ള റീസൺ. അക്കോർഡിംഗ് ടു ബെർലോസ് മോഡൽ, എ സോഴ്സ് ആൻഡ് ദി റിസീവർ need to have some commonalities in order to communication, in order for communication to be effective. അതായത് ഇവർക്ക് രണ്ടുപേർക്കും ചില സിമിലാരിറ്റീസ് ഒക്കെ വേണം, കോമൺ ഫീച്ചേഴ്സ് ഒക്കെ വേണം. അതായത് റിസീവർ പറയുന്ന കാര്യങ്ങൾ സെൻഡർ കൺവേ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ സെൻഡർ റിസീവറും ചില കോമൺ ഫീച്ചേഴ്സ് ഉള്ളവരായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ബോത്ത് ദി പേഴ്സൺ സെൻഡിങ് ദി മെസ്സേജ് ആൻഡ് ദി പേഴ്സൺ റിസീവിങ് ഇറ്റ് should have similar knowledge and speak the same language. ലാംഗ്വേജ് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. രണ്ടുപേർക്കും ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് രണ്ടുപേർക്കും അറിയണം. അതേപോലെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ ആണെങ്കിൽ ആ ഒരു രീതി, ഇപ്പോൾ ഡോക്ടറാണ്, ഒരു ഇൻഡിവിജ്വൽ ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹം രോഗി പേഷ്യൻസുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കൺവേ ചെയ്യുവാണെങ്കിൽ മറ്റൊരു ഡോക്ടറോടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ he will use some technical terms. ആ ടെക്നിക്കൽ ടേംസ് എല്ലാം അറിയാവുന്നവരായിരിക്കണം സെക്കൻഡ് പേഴ്സൺ. അങ്ങനെ ഒരു സിമിലാരിറ്റി ഉണ്ടായിരിക്കണം. ഏത് രീതിയിലാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അപ്പോൾ സെൻഡറും റിസീവറും തമ്മിൽ ഒരു സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കണമെന്നാണ് ഈ മോഡൽ പറയുന്നത്. സോ ദി മെസ്സേജ് നീഡ് ടു ബി കൺസ്ട്രക്റ്റഡ് കറക്റ്റ്ലി ടു സ്യൂട്ട് ബോത്ത് ദി റിസീവർ ആൻഡ് ദി ചാനൽ ഇറ്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ. അതായത് മെസ്സേജ് കൃത്യമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റിസീവർക്ക് അത് മനസ്സിലാക്കാവുന്ന രീതിയിലാവണം, അതേപോലെ ചാനലിൽ അത് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. മെസ്സേജ് കൺവേ ചെയ്യുന്ന ഇമോഷൻസ് കൃത്യമായിട്ട് ചാനലിൽ കൺവേ ചെയ്യാൻ സാധിക്കണം, ചാനലിലൂടെ സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തിക്കാൻ സാധിക്കണം. ഈ രണ്ട് ക്വാളിറ്റീസും മെസ്സേജിന് ഉണ്ടായിരിക്കണമെന്നാണ് അദ്ദേഹം ഈ ഒരു മോഡൽ പ്രകാരം പറഞ്ഞത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ബെർലോസ് മോഡൽ. ബെർലോസ് മോഡൽ ക്ലിയർ ആണോ? SMCR മോഡൽ. സോ 4 മോഡലുകളാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് നോക്കുക. ഫസ്റ്റ് അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ഏത് രീതിയിലാണ് മെസ്സേജ് സെക്കൻഡ് പാർട്ടിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതിനാണ് സിഗ്നിഫിക്കൻസ് കൊടുത്തത്. അവിടെയും 5 എലമെന്റുകളാണ് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തത്: സ്പീക്കർ, സ്പീച്ച്, ഒക്കേഷൻ, ദെൻ ടാർഗറ്റ് ഓഡിയൻസ് ആൻഡ് ഇഫക്റ്റ്. വേറാസ് ലാസ്വെൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഈ എലമെന്റ്സിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചിന്തിച്ചു. ഹൂ, വാട്ട്, വിച്ച് ചാനൽ, ടു ഹൂം ആൻഡ് വാട്ട് ഇഫക്റ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചിന്തിച്ചു.
അതുവഴി ആ ക്വസ്റ്റ്യൻസ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദെൻ ഷാനൻ വീവർ മോഡലിലേക്ക് വന്നപ്പോൾ ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് നോയിസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണെന്ന് പറഞ്ഞു വെക്കുന്നു. ഓക്കെ, നോയിസ് കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ദെൻ എഗെയിൻ ഇവിടെയും 5 ഫാക്ടേഴ്സ് തന്നെയാണ് കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യുന്ന 5 കീ പാർട്സ് തന്നെയാണ്. സെൻഡർ, എൻകോഡിംഗ്, ദെൻ ചാനൽ, ഡീകോഡിംഗ് ആൻഡ് റിസീവർ. ഓക്കെ, സോ ദാറ്റ് വാസ് അബൌട്ട് ഷാനൻ വീവർ മോഡൽ. ആൻഡ് ഫൈനലി നമ്മൾ പറഞ്ഞത് SMCR മോഡലാണ് ബെർലോയുടെ. SMCR മോഡലിൽ സോഴ്സ്, മെസ്സേജ്, ചാനൽ ആൻഡ് റിസീവർ അതിലാണ് കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഉണ്ടെന്നാണ് ഈ മോഡൽ പറഞ്ഞത്. സോ 4 മോഡലുകളിൽ ഏതെങ്കിലും മനസ്സിലാവാതുണ്ടെങ്കിൽ പറയും. ക്ലിയർ ആണെങ്കിലും പറയണേ. ഓക്കെ, ഫൈൻ. നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോകാം. സോ ഫസ്റ്റ് സെറ്റ് ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അടുത്ത സെറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്, ഫീച്ചേഴ്സ് കൂടി നോക്കിയിട്ട് പോവാം. അതായത് ഈ പറയുന്ന എല്ലാ മോഡലിലും കോമൺലി നമുക്ക് കാണാവുന്ന ചില ഫീച്ചേഴ്സ്. സി, വൺ വേ ഫ്ലോ അറിയാലോ. ഇൻഫർമേഷൻ ഫ്ലോസ് ഇൻ വൺ ഡയറക്ഷൻ. ഷാനൻ ആൻഡ് വീവർ മോഡലിൽ നമ്മൾ പറഞ്ഞു ടു വേ കൺസെപ്റ്റ് ഇസ് ദെയർ. അത് മോഡേൺ വെർഷൻസിലാണ്. അതായത് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടി പറയുന്നത് മോഡേൺ വെർഷൻസിലാണ്. ഒറിജിനൽ വെർഷനിൽ വൺ വേ ഫ്ലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. So information flows in one direction from sender to the receiver with no immediate feedback or response expected. നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് ഈ മോഡലിൽ പറയുന്നത്. റിസീവറിൽ നിന്ന് ഫീഡ്ബാക്ക് വരുന്നതിനെ പറ്റി അധികം ചെക്ക് ചെയ്യുന്ന മോഡലുകളല്ല ലീനിയർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദിസ് ക്രിയേറ്റ്സ് എ പാസീവ് റോൾ ഫോർ ദി റിസീവർ സിംപ്ലി റിസീവിംഗ് ദി മെസ്സേജ്. റിസീവറുടെ റോൾ എന്താണ്? പാസീവ് ആണ്. സെൻഡറുടെ റോൾ ആണെങ്കിൽ ആക്റ്റീവ് ആണ്. ആ ഒരു രീതിയിലാണ് ലീനിയർ മോഡൽ പറയുന്നത്. രണ്ടാമത്തെ ഫീച്ചർ ഫോക്കസ് ഈസ് ഓൺ ദി മെസ്സേജ്. ദി പ്രൈമറി എംഫസിസ് ഈസ് ഓൺ ദി മെസ്സേജ് ഇറ്റ്സെൽഫ്, ഇറ്റ്സ് കണ്ടന്റ് ആൻഡ് ക്ലാരിറ്റി. ദി മോഡൽ അസ്യൂംസ് സെൻഡർ ഇഫക്റ്റീവ്ലി എൻകോഡ്സ് ദി മെസ്സേജ് ആൻഡ് റിസീവർ അക്യുറേറ്റ്ലി ഡീകോഡ്സ് ഇറ്റ്. ഈ 2 കാര്യങ്ങളാണ് അവിടെ അസ്യൂം ചെയ്യുന്നത്. സോ മെസ്സേജിന്റെ ക്വാളിറ്റി, മെസ്സേജിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സെൻഡർ കൃത്യമായിട്ട് ആ മെസ്സേജിനെ എൻകോഡ് ചെയ്യുന്നുണ്ടെന്നും അതേപോലെ തന്നെ ഈ എൻകോഡഡ് ആയിട്ടുള്ള മെസ്സേജ് റിസീവർ കൃത്യമായിട്ട് ഡീകോഡ് ചെയ്തെടുക്കുന്നുണ്ടെന്നും അസ്യൂം ചെയ്തു. അത് രണ്ടും സംഭവിച്ചാൽ മാത്രമേ മെസ്സേജിന് എന്തുണ്ടാവും? കൃത്യത ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ് എൻകോഡിങ്ങും ഡീകോഡിങ്ങും. അടുത്തത് ലിമിറ്റഡ് കോണ്ടെക്സ്റ്റ്. ദി മോഡൽ ജനറലി ഇഗ്നോർസ് ദി സറൗണ്ടിങ് കോണ്ടെക്സ്റ്റ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് ഫിസിക്കൽ എൻവയോൺമെന്റ് ഓർ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ. ഈ പറയുന്ന മോഡലുകളിൽ എങ്ങനെ എൻവയോൺമെന്റ് അഫക്റ്റ് ചെയ്തു എന്ന് നോർമലി പറയുന്നില്ല. നമ്മൾ ഷാനൻ ആൻഡ് വിവർ മോഡൽ പറഞ്ഞപ്പോൾ അവിടെ നോയ്സിനെ പറ്റി പറഞ്ഞു, അതൊരു എൻവയോൺമെന്റ് ഫാക്ടറാണ്. പക്ഷെ മറ്റ് ലീനിയർ മോഡലുകളിലൊന്നും ആ രീതിയിൽ നോയ്സോ മറ്റ് ഫാക്ടേഴ്സോ എൻവയോൺമെന്റ് ഫാക്ടേഴ്സോ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നില്ല. അതേപോലെ സെൻഡർ റിസീവർ എങ്ങനെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി, അതായത് ഇവരെങ്ങനെ മെസ്സേജ് സെക്കൻഡ് പാർട്ടിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ള കോണ്ടെക്സ്റ്റ് അല്ലാതെ ഇവർ തമ്മിലുള്ള മറ്റ് മെസ്സേജ് കൺവേ ചെയ്യുന്ന റിലേഷൻഷിപ്പിനെ പറ്റിയൊന്നും ഈ ഒരു ലീനിയർ കൺസെപ്റ്റിനകത്ത് പറഞ്ഞു വെക്കുന്നില്ല. Then this can lead to an oversimplification of real world communication, which often involves complex context. അത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഈസി അല്ല. പക്ഷേ ലീനിയർ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് പറയുന്നത് കമ്മ്യൂണിക്കേഷനെ വളരെ സിംപ്ലിഫൈ ചെയ്യുക. സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് അദ്ദേഹത്തിന്റെ മെസ്സേജിനെ എൻകോഡ് ചെയ്ത് റിസീവറിലേക്ക് എത്തുമ്പോൾ റിസീവർ അത് ഡീകോഡ് ചെയ്യുന്നു. ഇൻ ബിറ്റ്വീൻ ചാനൽ അവിടെയുണ്ട്. ഇത്രയും മാത്രമാണ് യഥാർത്ഥത്തിൽ ലീനിയർ മോഡൽ പറയുന്നത്. ദാറ്റ് മീൻസ് കമ്മ്യൂണിക്കേഷനെ ഒരു വളരെ സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഈ മോഡൽ മാറ്റിയെന്ന് പറയാൻ സാധിക്കും. ദെൻ ഇതൊരു സെൻഡർ സെൻട്രിക് മെത്തേഡാണ്. ബിക്കോസ് എന്തുകൊണ്ടാണ്? മോഡലാണ്, സെൻഡർ സെൻട്രിക് മോഡലാണ്. എന്തുകൊണ്ടാണ്? റിസീവറിന് അവിടെ പ്രോമിനൻസ് ഇല്ല. സെൻഡർ പ്ലേസ് ദി ആക്റ്റീവ് റോൾ, റിസീവർ ഒരു പാസീവ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ഫോർമുലേറ്റിംഗ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ദി മെസ്സേജ്, റിസീവേഴ്സ് റോൾ ഈസ് പാസീവ് വിത്ത് ലിമിറ്റഡ് ഇൻഫ്ലുവൻസ് ഓൺ ദി മെസ്സേജ് കണ്ടന്റ് ആൻഡ് ഡെലിവറി. അവിടെ ഒരിടത്തും തന്നെ റിസീവർക്ക് അധികം ഇൻഫ്ലുവൻസ് ഇല്ല. റിസീവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആര് മെസ്സേജ് കൺവേ ചെയ്യണം എന്നാണ് പറഞ്ഞത്? സെൻഡർ കൺവേ ചെയ്യണം. അപ്പോൾ റിസീവറുടെ റോൾ എന്ന് പറയുന്നത് മോർ ഓർ ലെസ് പാസീവ് ആണ്. അത് അദ്ദേഹത്തിന് ഒരു റെസ്പോൺസ് കൊടുക്കുന്ന രീതിയിൽ പോലും ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് പോലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു സെൻഡർ സെൻട്രിക് ആയിട്ടുള്ള മെത്തേഡാണെന്ന് പറയാം, മോഡലാണെന്ന് പറയാം. ഇതിന് അടുത്തത് ആബ്സെൻസ് ഓഫ് നോയ്സ്.
Noise referring to any interference that can distort the message is not considered in the model. Commonly ആണ് കേട്ടോ. പക്ഷെ നമ്മൾ പറഞ്ഞു ഷാനൻ ആൻഡ് വീവർ മോഡലാണ് ആദ്യമായിട്ട് ഈ നോയ്സ് കൺസിഡർ ചെയ്തതെന്ന്. ആ ഒരു മോഡൽ അതുണ്ട്. ബാക്കിയുള്ള മോഡൽസ് ഒന്നും ഇതിനെ അങ്ങ് ഇഗ്നോർ ചെയ്യുക ചെയ്തത്. ദിസ് അസംഷൻ മേ നോട്ട് ബി റിയലിസ്റ്റിക് ഇൻ കോമൺ കമ്മ്യൂണിക്കേഷൻ സിറ്റുവേഷൻസ് വേർ ഡിസ്ട്രാക്ഷൻസ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ക്യാൻ ഓക്യുർ. ഇല്ല എന്നുള്ള അസംഷൻ നമ്മളുടെ മൂന്ന് തിയറികളും മുന്നോട്ട് വയ്ക്കുമ്പോൾ ആകെ ഷനൻ വീവർ മോഡൽ മാത്രമാണ് നോയ്സ് ഒരു ഡിസ്ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോമൺലി ലീനിയർ മോഡൽസ് പറയുമ്പോൾ നോയ്സ് ആബ്സെന്റ് ആണെന്നുള്ള ഒരു അസംഷൻ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. Then limited applicability due to the simplified structure, the linear model is most applicable to straightforward communication scenarios with minimal interaction or feedback. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, സ്ട്രേറ്റ് ഫോർവേഡ് കമ്മ്യൂണിക്കേഷനിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ സാധിക്കൂ. അല്ലാതെ ട്രാൻസാക്ഷണൽ ഇന്ററാക്ഷണൽ രീതിയിലൊന്നും നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കില്ല. ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി ഉള്ളൂ. അങ്ങോട്ടേക്ക് ഒരു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാം. തിരിച്ചിങ്ങോട്ടേക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ മാറി. അത് ഈ പറയുന്ന ലീനിയർ മോഡലിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് ക്യാൻ ബി ലെസ് യൂസ്ഫുൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് കോംപ്ലക്സ് ഡൈനാമിക് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ലിമിറ്റഡ് സിംപ്ലിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് അതിനകത്തുണ്ട്. Okay, so these are the features of linear model. Just നോക്കുക, one way process ആണ്. Then focus is on the message, limited context, center centric, absence of noise, limited applicability. Now, moving on. രണ്ടാമത്തെ മോഡലാണ് interactive model of communication. Interactive model. So in interactive models, feedbacks and responses are considered, as well as the leader or individual says during their internal message. Sorry. In interactive model, നമ്മൾ പറഞ്ഞു ഇന്ററാക്റ്റീവ് മോഡൽ എന്താണ്? ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഫീഡ്ബാക്കിനും റെസ്പോൺസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ആസ് വെൽ ആസ് വാട്ട് ലീഡേഴ്സ് ഓർ ഇൻഡിവിജ്വൽ സേസ് ഡ്യൂറിംഗ് ദി ഇനീഷ്യൽ മെസ്സേജ്, അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. സോ ഇനീഷ്യൽ മെസ്സേജിനും അതേപോലെ അതിന് കിട്ടുന്ന ഫീഡ്ബാക്കിനും പ്രോമിനൻസ് കൊടുക്കുന്ന രീതിയിലുള്ള മോഡലാണ് ഇന്ററാക്റ്റീവ് മോഡൽ. So interactive model of communication are used most commonly in a business environment for collaborative work, team discussions, and two-way conversation with clients. So interactive ആണ്. രണ്ട് പാർട്ടീസും അവരവരുടെ വ്യൂ പോയിന്റ്സ് ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് അവിടെ ഇന്ററാക്റ്റീവ് ആകുന്നത്. സോ ബിസിനസ് മോഡൽ ഒരു കൊളാബറേറ്റീവ് വർക്ക് എൻവയോൺമെന്റ് ആകാം, ടീം ഡിസ്കഷൻസ് ആകാം, two-way conversations ആകാം. ഇവയിലൊക്കെ നമുക്ക് ഇന്ററാക്റ്റീവ് മോഡൽ യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഏതൊക്കെയാണ് ഇന്ററാക്റ്റീവ് മോഡലിലെ കോർ മോഡൽസ് ഒന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഫസ്റ്റ് ഈസ് ഓസ്ഗോഡ് ഷ്രം മോഡൽ. അത് ഷ്രം മോഡൽ നമ്മൾ പലപ്പോഴായിട്ട് ചോദിക്കൂട്ടോ, ആ പേരാണ് യൂസ് ചെയ്യുക. ഓസ്ഗുഡ് ആൻഡ് ഷ്രം മോഡലാണ്. സോ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഓസ്ഗുഡ് ആൻഡ് ഷ്രം. ദിസ് മോഡൽ ഡീറ്റെയിൽസ് എ സർക്കുലർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇസ് ഓൾസോ കോൾഡ് സർക്കുലർ മോഡൽ. അത് ഓർത്തേക്കുക. ഇത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് മാർക്ക് ചെയ്യുന്നത്. സർക്കുലർ മോഡൽ അല്ലെങ്കിൽ ഷ്രം മോഡൽ, അതും അല്ലെങ്കിൽ ഓസ്ഗുഡ് മോഡൽ, അങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ ഈ ഒരു മോഡലാണെന്ന് ഓർത്തേക്കാം. വെയർ എവരി വൺ ഇൻവോൾവ് ഇൻ ദി ഇന്ററാക്ഷൻ ഈസ് ട്രീറ്റഡ് ഈക്വലി. ഇവിടെ സെന്റർക്ക് പ്രോമിനൻസ് അല്ല, ഇന്ററാക്ഷനിൽ വരുന്ന എല്ലാ പാർട്ടീസിനും ഈക്വൽ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. ദി സെന്റർ ആൻഡ് റിസീവർ ഇൻ ദി മോഡൽ ആർ ഇൻ ഡിഫറൻഷിയേറ്റഡ്. ഇൻസ്റ്റെഡ് ദേ ആർ സിംപ്ലി ഡിഫൈൻഡ് ആസ് ടു പാർട്സ് ഓഫ് വാല്യുബിൾ കോൺവെർസേഷൻ. സെന്റർ റിസീവർ രണ്ട് പാർട്ടീസ് ആണ്. സെന്റർക്ക് പ്രോമിനൻസ് കൊടുത്തുകൊണ്ട് റിസീവറെ ഒരു പാസീവ് ഓഡിയൻസ് ആക്കി മാറ്റുന്നില്ല. രണ്ടു പേരും ഈക്വലി സിഗ്നിഫിക്കന്റ് ആണ്. ആ ഒരു രീതിയിലാണ് ഓസ്ഗുഡ് ആൻഡ് ഷ്രം മോഡൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സർക്കുലർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നും പറയാം. സോ ദി ഓസ്ഗുഡ് ആൻഡ് ഷ്രം മോഡൽ ഈസ് യൂഷ്വലി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് സിൻക്രണസ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അതായത് സിൻക്രണസ് മോഡൽ എന്ന് പറയുന്നത് രണ്ട് പാർട്ടീസും അവൈലബിൾ ആണ്. രണ്ട് പാർട്ടീസും റൈറ്റ് അവേ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഡിസ്കസ് ചെയ്തപ്പോൾ സിൻക്രണസ് കമ്മ്യൂണിക്കേഷനും അസിൻക്രണസ് കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്നൊക്കെ പറഞ്ഞിരുന്നു. സിൻക്രണസ് ആണെങ്കിൽ എന്താ അതിന്റെ പ്രത്യേകത? ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നു, സ്റ്റുഡൻസ് നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ അത് സിൻക്രണസ് ആണ്. അതേസമയം അസിൻക്രണസ് ആണെങ്കിലോ, ക്ലാസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു, പിന്നീട് അത് സ്റ്റുഡൻസ് കാണുന്നു, രണ്ട് പാർട്ടീസും ഒരേ ടൈമിൽ അവൈലബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ അത് അസിൻക്രണസ് ആണ്. സോ സിൻക്രണസ് കമ്മ്യൂണിക്കേഷനിലാണ് നമുക്ക് ഈ ഒരു മോഡൽ യൂസ് ചെയ്യാൻ സാധിക്കുക. ദി പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് മോഡൽ ഇൻക്ലൂഡ്: ഒന്ന്, കമ്മ്യൂണിക്കേഷൻ ഈസ് സർക്കുലർ. എന്താണ് കമ്മ്യൂണിക്കേഷൻ സർക്കുലർ ആണെന്ന് പറയാൻ കാരണം? ഓക്കെ, സോ ഇൻഡിവിജ്വൽസ് ഇൻ ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ് കൺസിസ്റ്റന്റ്ലി സ്വിച്ചിങ് ബിറ്റ്വീൻ റോൾസ്, എൻകോഡർ ടു ഡീകോഡർ,
രണ്ടും മാറും. എങ്ങനെയാ? ഇപ്പോൾ സെൻഡർ ഒരു കാര്യം അങ്ങോട്ടേക്ക് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു, നിങ്ങൾ അതിന് മറുപടി എന്നോട് പറയുന്നു. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ സെൻഡറാണ്, നിങ്ങൾ റിസീവറാണ്. നിങ്ങൾ അതിന് മറുപടി പറയുമ്പോൾ നിങ്ങൾ സെൻഡറാണ്, ഞാൻ റിസീവറാണ്. സോ ആദ്യം ഞാൻ എൻകോഡ് ചെയ്തു, രണ്ടാമത് ഞാൻ ഡീകോഡ് ചെയ്യുന്നു, വീണ്ടും ഞാൻ എൻകോഡ് ചെയ്യുന്നു, വീണ്ടും ഞാൻ ഡീകോഡ് ചെയ്യുന്നു. ഇങ്ങനെ ആ എൻകോഡിങ് ഡീകോഡിങ് പ്രോസസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഈക്വൽ ആൻഡ് റെസിപ്രോക്കൽ. രണ്ട് പാർട്ടീസിനും സിഗ്നിഫിക്കൻസ് ഉണ്ട്. രണ്ട് ഡയറക്ഷനിലും കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുകയും വേണം. അതുകൊണ്ട് ഈക്വൽ ചാൻസ് ആണ്, കമ്മ്യൂണിക്കേഷൻ ഈക്വൽ വേയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് റെസിപ്രോക്കൽ ആണ്, ഒരാൾ അങ്ങോട്ട് പറയുന്നു, അതിന് മറുപടിയായിട്ട് മറ്റൊരാൾ ഇങ്ങോട്ട് പറയുന്നു. ആ രീതിയിൽ റെസിപ്രോക്കലി ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുക. എവറി പാർട്ടി ഇൻവോൾവ് ഇൻ ദി ഡിസ്കഷൻ ഈസ് ഈക്വലി എൻഗേജ്ഡ് ആൻഡ് ഏബിൾ ടു ഷെയർ ദെയർ വോയിസ്. Then interpretation is crucial. Messages need to be presented in the way that that is easy to interpret with for both sides of the party to be understood. അതായത് ഇന്റർപ്രിറ്റേഷൻ ക്രൂഷ്യലാണ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പറയുന്ന മെസ്സേജുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലായാൽ മാത്രമേ അതിനൊരു പ്രോപ്പർ റെസ്പോൺസ് നിങ്ങളുടെ കയ്യിൽ നിന്നും ഇങ്ങോട്ട് ലഭിക്കൂ. അങ്ങനെ ഒരു ഇന്റർപ്രിറ്റേഷൻ അതിനകത്ത് ഉണ്ടാവണം. മെസ്സേജുകൾ ക്രാഫ്റ്റ് ചെയ്യുന്നതിൽ രണ്ട് പാർട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം മെസ്സേജുകൾ ക്രാഫ്റ്റ് ചെയ്യേണ്ടത്. Okay, so the Osgood and Strum model also suggests that real-time communication can reduce the amount of noise which can disrupt the communications. Real-time communication ആണെങ്കിൽ നമ്മളിപ്പോൾ റൈറ്റ് അവേ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നോയിസ് ഉണ്ടാകാവുന്ന പ്രശ്നം കുറയ്ക്കാൻ സാധിക്കുമെന്ന് ഈ മോഡൽ പറയും. അതേസമയം അസിങ്ക്രണസ് ആണെങ്കിൽ നോയിസ് പോലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യുമെന്നും അതിനൊരു മീനിങ് ഉണ്ട്. അതായത് റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുമ്പോൾ നോയിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചോദിക്കാം എന്താ പറഞ്ഞത്, വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. പക്ഷേ വെൻ ഇറ്റ് ഈസ് റെക്കോർഡഡ് ഓർ വെൻ ഇറ്റ് ഈസ് അസിങ്ക്രണസ്, ദാറ്റ് പോസിബിലിറ്റി ഈസ് നോട്ട് ദെയർ. Additionally, it believes ongoing clarifications and active listening are crucial for positive conversations. അത് കൂടാതെ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്തുകൊണ്ട് പൊക്കോണ്ടിരിക്കണം. അങ്ങോട്ടേക്ക് പറയുന്നു, ഇങ്ങോട്ടേക്ക് മറുപടി പറയുന്നു, അതിനകത്തുള്ള കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ തീർക്കണം. അങ്ങനെ ആക്റ്റീവ് ലിസണിങ്ങും ഓൺഗോയിങ് ക്ലാരിഫിക്കേഷൻസും ഒരു കമ്മ്യൂണിക്കേഷന്റെ എഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യുമെന്നും ഈ മോഡല് പറയുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഓസ്ഗുഡ് ആൻഡ് സ്ട്രം മോഡൽ. എന്താണ് ആ മോഡൽ? ഒരു സർക്കുലർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. മീൻസ് എൻകോഡർ ഡീകോഡറായി മാറുന്നു, ഡീകോഡർ എൻകോഡറായി മാറുന്നു. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ബിക്കോസ് ഇറ്റ്സ് ആൻ ഇന്ററാക്റ്റീവ് മോഡൽ. രണ്ട് പാർട്ടീസിന്റെ ഭാഗത്തുനിന്നും റെസ്പോൺസസ് ഉണ്ടാവണം. അതുകൊണ്ട് ടു സൈഡ് ആണ്, ആ ടു വേ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ മോഡൽ പറയുന്നത്. ആൻഡ് സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സിങ്ക്രണസ് മീൻസ് രണ്ട് പാർട്ടീസും ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്യുകയാണ് കമ്മ്യൂണിക്കേഷനിൽ. ഓക്കെ, അതുകൊണ്ട് ഒരു പരിധിവരെ ഈ സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നോയിസിന്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നും ഈ മോഡൽ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത മോഡലാണ് ആറാമത്തെ മോഡൽ, ദി വെസ്ലി ആൻഡ് Maclean model. So typically used when describing mass communication between groups. The Wesley and Maclean model introduces various additional factors to discussions, such as environmental and cultural elements. ഇതുവരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാതിരുന്ന മറ്റ് പല ഫാക്ടേഴ്സിനെയും മാസ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇവർ ഇൻക്ലൂഡ് ചെയ്തു. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ പറ്റിയും കൾച്ചറൽ ഫാക്ടേഴ്സിനെ പറ്റിയും ഇതൊക്കെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് വെസ്ലി ആൻഡ് മാക്ലീൻ മോഡൽ പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ബിഗിൻസ് വിത്ത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് rather than the sender or source producing the information. That's the basic difference. ഈ ഒരു മോഡൽ പ്രകാരം എവിടെയാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ എൻവയോൺമെന്റിലാണ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അതിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ് ആയിട്ട് പറയുന്നത്. ആ എൻവയോൺമെന്റ് അനുസരിച്ചായിരിക്കും കമ്മ്യൂണിക്കേഷൻ കണ്ടക്ട് ചെയ്യുക. അതിനുശേഷമാണ് സെന്റർക്കോ സോഴ്സിനോ സിഗ്നിഫിക്കൻസ് ഉള്ളതെന്ന് വെസ്ലി ആൻഡ് മാക്ലീൻ മോഡൽ പറയുന്നു. ആസ് വൺ ഓഫ് ദി മോസ്റ്റ് കോംപ്ലക്സ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ദിസ് ഫ്രെയിംവർക്ക് കൺസിസ്റ്റ് ഓഫ് 9 എലമെന്റ്സ്. ഇവിടെ 5 എലമെന്റ്സ് അല്ല, 9 എലമെന്റ്സ് ആണ് വരിക. വെസ്ലീസ് മാക്ലീൻ മോഡലിൽ 9 എലമെന്റ്സ് ആണ് വരുന്നത്. എൻവയോൺമെന്റ്, സെൻസറി എക്സ്പീരിയൻസ്, source or the sender, object or orientation of the source, receiver, then orientation of the receiver, feedback, gatekeepers, and opinion leaders. Okay, so these are the 9 elements. ഈ 9 എലമെന്റ്സ് വെസ്ലി ആൻഡ് മാക്ലീൻ മോഡൽ വരുന്നുള്ളത് മാത്രം ഓർത്തിരിക്കുക കേട്ടോ. കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല. എന്താണ് ആ മോഡൽ എന്നും ആ മോഡലിലെ ഡിഫറെന്റ് എലമെന്റ്സ് ഏതൊക്കെയാണ് വരുന്നതെന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതിയാവും. The Wesley and Maclean model argues that
how we communicate and the things we say are directly influenced by our perspective and background and who we are. സോ നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് ഈ പറയുന്ന നമ്മുടെ ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ മാത്രമല്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെ അഫക്റ്റ് ചെയ്യും. മീൻസ് നമ്മുടെ പെർസ്പെക്റ്റീവ്, നമ്മുടെ കാഴ്ചപ്പാടുകളെയോ, നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്, നമ്മുടെ കൾച്ചർ എന്താണ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. Okay, so this model also takes into account the culture, background and belief of the person sending and receiving each message. രണ്ട് പാർട്ടീസിന്റെയും കൾച്ചർ, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ബിലീഫ്സ്, ഇതെല്ലാം കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വെസ്ലി ആൻഡ് മാക്ലീൻ മോഡൽ പറയുന്നു. Okay, according to this model, gatekeepers and sensory experiences can also be important in depicting how the message is portrayed. The way we receive messages can influence how we feel about future interactions with a person. For instance, if someone sends relatively streamlined messages to us through a chat tool, we are likely to consume the information quickly and respond appropriately. അതായത് നമ്മൾ അവരെ എങ്ങനെ കാണുന്നു, സെൻഡറുടെ നമ്മളെ സംബന്ധിച്ച് സെൻഡറെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്, മീൻസ് നമ്മുടെ ബിലീഫ്, ആ ഒരു പെർസ്പെക്റ്റീവ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദി വേ വി റിസീവ് മെസ്സേജസ് ക്യാൻ ഇൻഫ്ലുവൻസ് ഹൗ വി ഫീൽ അബൌട്ട് ഫ്യൂച്ചർ ഇന്ററാക്ഷൻസ് വിത്ത് ദി മെസ്സേജ്. അപ്പോൾ ഒരു ടൈമിൽ നമ്മൾ എങ്ങനെ അദ്ദേഹം പറയുന്ന മെസ്സേജ് നമ്മൾ എടുത്തിട്ടുണ്ടോ, നമ്മൾ എങ്ങനെയാണോ അത് സ്വീകരിച്ചിരിക്കുന്നത്, ആ സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ മീൻസ് ആ പ്രീവിയസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി വരുന്ന കമ്മ്യൂണിക്കേഷനും, ഈ കഴിഞ്ഞൊരു കമ്മ്യൂണിക്കേഷൻ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു, അദ്ദേഹം പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണെങ്കിൽ അടുത്ത പ്രാവശ്യം അദ്ദേഹം സംസാരിക്കാൻ വരുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടാവും. ഓക്കെ, അതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഗേറ്റ് കീപ്പർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഇൻഡിവിജ്വലിനെ നമ്മളൊരു പോയിന്റ്, ഒരു പെർസ്പെക്റ്റീവ് ആ ഇൻഡിവിജ്വലുമായി ബന്ധപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ പെർസ്പെക്റ്റീവ് അനുസരിച്ചായിരിക്കും പിന്നീടുള്ള കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴും നമ്മൾ അദ്ദേഹത്തോട് പെരുമാറുന്നത്. അദ്ദേഹം കൺവേ ചെയ്യുന്ന മെസ്സേജുകളെ ആ ഒരു സിഗ്നിഫിക്കൻസ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ആ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ someone sends a relatively streamlined message to us through a chat tool, we are likely to consume the information quickly and respond appropriately. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഒരു ഇൻഡിവിജ്വൽ അയക്കുന്നു, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ആണ്. അങ്ങനെ സിഗ്നിഫിക്കൻസ് നമ്മൾ എടുക്കുവാണെങ്കിൽ, മനസ്സിലാക്കി എടുക്കുവാണെങ്കിൽ, നമ്മൾ അത് പെട്ടെന്ന് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കി ആ ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കി പെട്ടെന്ന് അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ഉള്ളൊരു ശ്രമം ഉണ്ടാവും. ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയുള്ള പേഴ്സണാലിറ്റീസ് ആണ്, അവർ പറയുന്ന കാര്യങ്ങൾ റെലവൻ്റ് ആണെന്ന് നമുക്ക് തോന്നലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു സിഗ്നിഫിക്കൻസ് കൊടുക്കുന്ന ആ ഒരു രീതിയിൽ വേരിയേഷൻ കാണാൻ സാധിക്കും. ഇതാണ് ആ ഗേറ്റ് കീപ്പർ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇത്രയും കാര്യങ്ങളാണ് വെസ്ലി ആൻഡ് മാക്ലീൻ മോഡൽ. ഇവിടെ ഓർക്കേണ്ടത് എന്താ, വെസ്ലി മാക്ലീൻ മോഡലിൽ ജസ്റ്റ് ഈ പറയുന്ന 5 എലമെന്റ്സ് കൂടാതെ മറ്റ് അഡീഷണൽ എലമെന്റ്സ് ലൈക്ക് എൻവയോൺമെന്റൽ ഫാക്ടർ, കൾച്ചറൽ ഫാക്ടേഴ്സ് ഒക്കെ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഫീഡ്ബാക്ക് ഈസ് ദെയർ. അത് കൂടാതെ യു ക്യാൻ സേ നമ്മുടെ ഒപ്പീനിയൻസ്, നമ്മുടെ കൾച്ചർ, നമ്മുടെ എൻവയോൺമെന്റ്, എക്സ്പീരിയൻസ്, ഇവയെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യുമെന്നാണ് വെസ്ലി ആൻഡ് മാക്ലീൻ മോഡൽ പറയുന്നത്. ഓക്കെ, സോ ഈ രണ്ട് മോഡലുകളുമാണ് നമ്മൾ ഇന്ററാക്റ്റീവ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. രണ്ട് മോഡലുകൾ നോക്കുക, ഒന്ന് ഓസ്ഗുഡ് ആൻഡ് സ്ട്രം മോഡൽ, രണ്ടാമതായിട്ട് വെസ്ലി ആൻഡ് മാക്ലീൻ മോഡൽ. ക്ലിയർ ആണോ? അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ഇന്ററാക്ഷണൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇന്ററാക്ഷൻ മോഡൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ടു വേ പ്രോസസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ ലീനിയർ ട്രാൻസ്മിഷൻ. രണ്ട് പാർട്ടീസും ഈക്വൽ സിഗ്നിഫിക്കൻസ് ആണ് കൊടുക്കുന്നത്, രണ്ട് പാർട്ടീസും ഈക്വലി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ എൻഗേജ് ചെയ്യുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. So participants actively engage in sending and receiving messages, exchanging information and feedback. It creates a dynamic and ongoing flow of communication, right? It is not like, as we said, it is not like linear transmission. അവിടെ വൺ വേ ആണ്,
ഇവിടെ വരുമ്പോൾ 2-way ആണ്. രണ്ടുപേർക്കും ഈക്വൽ സിഗ്നിഫിക്കൻസ് ആണ് കൊടുക്കുന്നത്. ദെൻ എംഫസിസ് ഓൺ കോണ്ടെക്സ്റ്റ്. ലീനിയർ ആണെങ്കിൽ എംഫസിസ് കൊടുക്കുന്നത് സെന്റർക്കാണ്. ഓക്കെ, സെന്റർക്കും കണ്ടന്റിനും ഉണ്ട്. ഇവിടെ കോണ്ടെക്സ്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദി മോഡൽ അക്നോളജസ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ബോത്ത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ കോണ്ടെക്സ്റ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ. പേഴ്സൺ മാത്രമല്ല, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയയും ഇതിനകത്ത് എംഫസിസ് കൊടുക്കുന്നുണ്ട്. ഫിസിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് ലൈക്ക് സെറ്റിംഗ്, പ്രോക്സിമിറ്റി ആൻഡ് നോൺ വെർബൽ ക്യൂസ് ക്യാൻ ഇംപാക്ട് മെസ്സേജ് ഇന്റർപ്രിറ്റേഷൻ. ലൈക്ക് എങ്ങനെയാണ് ആ ഫിസിക്കൽ സെറ്റപ്പ് വരുന്നത്? പ്രോക്സിമിറ്റി, അവർ പറയുന്ന ഇൻഡിവിജ്വൽ തമ്മിലുള്ള അകലം. ഓക്കെ, അതൊരു ഫാക്ടറാണ്. അദ്ദേഹം യൂസ് ചെയ്യുന്ന നോൺ വെർബൽ ക്യൂസ്, ഇതെല്ലാം ഫിസിക്കൽ കോണ്ടെക്സ്റ്റിന്റെ ഭാഗമാണ്. സോ സെന്ററെ സംബന്ധിച്ച് സെന്റർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ടല്ല ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു മെസ്സേജ് കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തണമെന്നില്ല. ഓക്കെ, വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒപ്പം തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യണം. അത് രണ്ടും മാച്ച് ചെയ്യണം. മാച്ച് ചെയ്യുമ്പോഴാണ് മെസ്സേജിന്റെ കോണ്ടെക്സ്റ്റ് വരുന്നത്. സോ ഫിസിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാമാണ്. സെറ്റിംഗ്സ് ആകാം, പ്രോക്സിമിറ്റി ആകാം, അല്ലെങ്കിൽ നോൺ വെർബൽ ക്യൂസ് ആകാം. ഇവയെല്ലാം മെസ്സേജ് നമ്മൾ കൺവേ ചെയ്യുന്നതിനെ മാറ്റും. ഓക്കെ, നമ്മൾ വിഷമമുള്ള ഒരു കാര്യം സന്തോഷത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷമത്തിന്റെ ഫീല് കിട്ടുമോ? ഇല്ല. അതാണ് ആ ഒരു നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആയാലും നമ്മൾ കൺവേ ചെയ്യുന്ന രീതികളായാലും അതെല്ലാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. സോ മെസ്സേജ് കൺവേ ചെയ്തതുമായി ബന്ധപ്പെട്ട നോൺ വെർബൽ ക്യൂസ് എങ്ങനെയാണ് അത് നമ്മൾ കൺവേ ചെയ്യുന്ന മെസ്സേജിനെ അഫക്റ്റ് ചെയ്യും. സൈക്കോളജിക്കൽ കോണ്ടെക്സ്റ്റ്, ഇൻഡിവിജ്വൽ തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് ഇൻഫ്ലുവൻസ് ഹൗ മെസ്സേജസ് ആർ ഫോർമുലേറ്റഡ് ആൻഡ് ഇന്റർപ്രറ്റഡ്. ഇത് കൂടാതെ നമ്മൾ പറഞ്ഞ ഫിസിക്കൽ കോണ്ടെക്സ്റ്റ് കൂടാതെ ആ ഇൻഡിവിജ്വലിന്റെ രണ്ടുപേരുടെയും, ഒരാളുടെ അല്ല സെൻഡറുടെയും റിസീവറുടെയും തോട്ട്സ് എന്താണ്, ഫീലിംഗ്സ് എന്താണ്, ഇമോഷൻസ് എന്താണ്, ഇവയെല്ലാം മെസ്സേജിന്റെ കോണ്ടെക്സ്റ്റിനെ അഫക്റ്റ് ചെയ്യും. ദെൻ ഫീഡ്ബാക്ക് ആസ് എ കോർ എലമെന്റ്. ഫീഡ്ബാക്കിന് ഒരു ഇമ്പോർട്ടന്റ് എസെൻഷ്യൽ എലമെന്റ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് എ 2-way കമ്മ്യൂണിക്കേഷൻ. സോ ഫീഡ്ബാക്ക് ഈസ് നോട്ട് ജസ്റ്റ് എ റെസ്പോൺസ് ടു എ മെസ്സേജ് ബട്ട് എ ന്യൂ മെസ്സേജ് ഇറ്റ് സെൽഫ്. ബിക്കോസ് ഇന്ററാക്ഷൻ ആണ്, രണ്ട് പാർട്ടീസും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് ജസ്റ്റ് റെസ്പോൺസ് മാത്രമല്ല, റെസ്പോണ്ടർ എന്തായി മാറുന്നു? സെൻഡറായി മാറുന്നു. ആ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യും. സോ ഇറ്റ് അലൗസ് പാർട്ടിസിപ്പൻസ് ടു അഡാപ്റ്റ് their communication based on understanding and interpretation. Feedback can be verbal, non-verbal and implicit. So ഇതെല്ലാം ആകാം. ലൈക്ക് അവര് പറയുന്ന കാര്യം കേട്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യും കമ്മ്യൂണിക്കേഷൻ. റെസ്പോണ്ട് ചെയ്യുന്ന ആള് ചിലപ്പോൾ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി പറയാൻ ഉദ്ദേശിച്ച കാര്യം മാറ്റി പുതിയ കാര്യമായിരിക്കും പറയാം. അങ്ങനെയുള്ള അഡാപ്റ്റേഷൻ ഒക്കെ ഈ പറയുന്ന ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറയാം. സോ ഫീഡ്ബാക്ക് ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. വെർബൽ ഫീഡ്ബാക്ക് ആകാം, നോൺ വെർബൽ ഫീഡ്ബാക്ക് ആകാം, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് മേ ബി ഇംപ്ലിസിറ്റ്, റെസ്പോണ്ട് ചെയ്യാതെ നമ്മളത് മനസ്സിലാക്കിയെടുത്തു എന്നുള്ളത് മാത്രവുമല്ല കേട്ടോ. ദെൻ ഫോക്കസ് ഓൺ ഇന്ററാക്ഷൻ. ദിസ് മോഡൽ emphasizes the dynamic and interactive nature of communication. Participants shape each other's understanding by exchanging messages and responding to feedback. സോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്, മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട്. അങ്ങനെ കൈമാറി ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നത്. ദിസ് ക്രിയേറ്റ്സ് എ ഷെയർഡ് meaning of a message rather than a one-sided transmission. ഷെയർ ചെയ്യുകയാണ്, ഒരു വൺ സൈഡ് ട്രാൻസ്മിഷൻ അല്ല ഇവിടെ സംഭവിക്കുന്നത്. സോ ദി ഫോക്കസ് ഈസ് ഓൺ interaction. The 2-way communication focus ചെയ്യുന്നത്. Less message focused. So while the message itself is important, the interaction model focuses more on broader communication process. It considers the context, participants' role, dynamic exchange of messages to understand the full picture. നമ്മൾ ഇവിടെ മെസ്സേജിന് സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇവിടെ കൂടുതൽ സിഗ്നിഫിക്കൻസ് വരുന്നത് എന്താണ്? ആ ഒരു കോണ്ടെക്സ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് അവർ പറയുന്ന രീതി, അവരുടെ റോളിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഇക്വാലിറ്റി വേണം എന്നൊക്കെ പറഞ്ഞു. ദെൻ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഡൈനാമിക് ആണ്, മീൻസ് കണ്ടിന്യൂയിങ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തു. പക്ഷേ ഇവിടെ മെസ്സേജിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നില്ല. അതും ഈ ഒരു മോഡലിന്റെ ഫീച്ചറാണ്. ഓക്കെ, so that's all about interactional model of communication. 2-way process, emphasis on context, not on the content. കണ്ടന്റിലല്ല കോണ്ടെക്സ്റ്റിനാണ് കൂടുതൽ സിഗ്നിഫിക്കൻസ് വരുന്നത്. ഫീഡ്ബാക്ക് ആസ് എ കോർ എലമെന്റ്, ഫോക്കസ് ഓൺ ഇന്ററാക്ഷൻ ആൻഡ് ഫൈനലി ലെസ് മെസ്സേജ് ഫോക്കസ്ഡ്. നൗ ട്രാൻസാക്ഷണൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ട്രാൻസാക്ഷണൽ മോഡൽസ് ആർ എമംഗ് ദി മോസ്റ്റ് ഡൈനാമിക് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. മറ്റ് കുറച്ചുകൂടി മുകളിലേക്ക് പോവാണ് കമ്മ്യൂണിക്കേഷൻ. ഇതൊട്ട് മുമ്പ് കണ്ട ഇന്ററാക്ഷണൽ മോഡലിലേക്കാൾ കുറെ കൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ട്രാൻസാക്ഷണൽ മോഡലിലാണ്. സോ ദേ ഇൻവോൾവ് ഡീകോഡിംഗ് ആൻഡ് എൻകോഡിംഗ് എലമെന്റ്സ് similar to interactive model as well as considering of
consideration of communicators, message, channel and potential noise and disruptors. അതായത് എല്ലാ എലമെന്റ് കൺസിഡർ ചെയ്യുന്നു, നോട്ട് അബൌട്ട് ഇന്ററാക്ഷൻ അലോൺ. ഇന്ററാക്റ്റീവ് മോഡലിൽ തന്നെ ഇന്ററാക്ഷനെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റേഴ്സ്, മെസ്സേജസ്, ചാനൽസ്, നോയ്സ് ആൻഡ് മറ്റ് ഡിസ്ട്രപ്ഷൻസ് ഇവയെല്ലാം കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നത് ട്രാൻസാക്ഷണൽ മോഡലിലാണ്. സോ വാട്ട് മേക്സ് ട്രാൻസാക്ഷണൽ മോഡൽ കമ്മ്യൂണിക്കേഷൻ interesting is that they view each discussion or interaction as a transaction. ഓരോ ഇന്ററാക്ഷനും ട്രാൻസാക്ഷൻ ആണ്. In other words, communication is a cooperative process whereby two people are responsible for influencing the outcome of the conversation. ഇതൊരു കോൺവെർസേഷൻ ആണ്. ഓരോ കോൺവെർസേഷനിൽ നിന്നും ഒരു റിസൾട്ട് ഉണ്ടാവും, റൈറ്റ്? അതായത് എന്തോന്ന് ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടിയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. So it's not about interacting alone. ആ ഇന്ററാക്ടിങ് എലോൺ എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഉപരിയായിട്ട് ആ ഇന്ററാക്ഷനിൽ നിന്ന് ഒരു റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. സോ ഇറ്റ്സ് എ കോപ്പറേറ്റീവ് പ്രോസസ്. രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് എന്തോ ഒന്ന് ക്രിയേറ്റ് ചെയ്യാനാണ്, എന്തോ ഒരു റിസൾട്ട് ഐഡന്റിഫൈ ചെയ്യാനാണ് ശ്രമിക്കുന്നത്, ഒരു ഫൈനൽ കൺക്ലൂഷൻ നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ട്രാൻസാക്ഷണൽ മോഡൽ പറയുന്നത്. സോ ട്രാൻസാക്ഷണൽ മോഡൽ ആദ്യത്തെയാണ് ബേൺലൻസ് ട്രാൻസാക്ഷൻ മോഡൽ. Okay, Bayes-Lens transactional model. Bayes-Lens model of transactional communication explores immediate feedback communication between people. ഒരു റിയൽ ടൈം ഫീഡ്ബാക്ക് എൻഷുർ ചെയ്യുന്നുണ്ട്. എ മൾട്ടി ലെയേർഡ് അപ്രോച്ച് സജസ്റ്റ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടു ഡിറ്റർമിൻ ഹൗ ഇഫക്റ്റീവ് എ കോൺവെർസേഷൻ ഈസ്. അതായത് ഓരോ എലമെന്റും ഓരോ കോൺവെർസേഷന്റെ റിസൾട്ടാണ് ഇവിടെ സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ, ഇന്ററാക്ഷൻ അലോൺ അല്ല, ആ കോൺവെർസേഷൻ എത്രമാത്രം ഇഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ് ഇവിടെ ക്രോസ് ചെക്ക് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ മൾട്ടി ലെയർഡ് അപ്രോച്ച്. പല ആസ്പെക്റ്റുകളിൽ നിന്ന് വ്യൂ ചെയ്യുന്നുണ്ട്. സജസ്റ്റ് ദാറ്റ് വേരിയസ് ആസ്പെക്ട്സ് ആർ ക്രൂഷ്യൽ ടു ഡിറ്റർമിനിങ് ഹൗ എഫക്റ്റീവ് എ കോൺവെർസേഷൻ ഈസ്. ഫോർ ഇൻസ്റ്റൻസ്, ക്യൂസ് സച്ച് ആസ് പ്രൈവറ്റ് ക്യൂസ്, പേഴ്സൺസ് ബാക്ക്ഗ്രൗണ്ട്, പബ്ലിക് ക്യൂസ്, എൻവയോൺമെന്റൽ കോണ്ടെക്സ്റ്റ് ആൻഡ് സോ ഓൺ ക്യാൻ ഇൻഫ്ലുവൻസ് ഹൗ വി സ്പീക്ക്. നമ്മൾ സംസാരിക്കുന്ന സ്പീക്കറുടെ സംസാര ശൈലി അല്ലെങ്കിൽ സ്പീക്കർ സംസാരിക്കുന്ന മെസ്സേജുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യും. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ചില എക്സാമ്പിൾസ് മാത്രം പറയുകയാണെങ്കിൽ പ്രൈവറ്റ് ക്യൂസ്, പേഴ്സൺസ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണെങ്കിൽ അതൊരു പ്രൈവറ്റ് ക്യൂ ആണ്. അതേപോലെ പബ്ലിക് ക്യൂസ് എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റ് കോണ്ടെക്സ്റ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ അത് പബ്ലിക് ക്യൂ ആണ്. അങ്ങനെ പറയുന്ന ഓരോ എലമെന്റും എടുത്തുകൊണ്ട് അതെല്ലാം കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ സാധിക്കുമെന്നാണ് മോഡൽ പറയുന്നത്. സോ ഇൻ ബെർലൻ ട്രാൻസാക്ഷൻ മോഡൽ, both the receiver and sender of the message are responsible for ensuring the conversation leads to the right outcome. അതായത് ഇവിടെ ഒരു റിസൾട്ട് ഓറിയന്റഡ് ആണ്, ജസ്റ്റ് നോട്ട് മിയർ ഇന്ററാക്ഷൻ. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വെച്ചുകൊണ്ട് ആ കോൺവെർസേഷനിൽ നിന്നുകൊണ്ട് ഒരു ഫൈനൽ ഔട്ട്കം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടുപേർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സെൻഡർ ആയാലും റിസീവർ ആയാലും അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ബട്ട് ആ സംസാരത്തിന്റെ റിസൾട്ട് ആയിട്ട് അവർക്ക് ഒരു ഔട്ട്കം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. അഡീഷണലി ദിസ് മോഡൽ സജസ്റ്റ് noise such as external disruption and channel issues can cause differences in how we perceive things. ഓക്കെ, അപ്പൊ ആ ഇന്ററാക്ഷനകത്ത് അൾട്ടിമേറ്റ്ലി നമ്മൾ ഒരു റിസൾട്ട് ഔട്ട്കം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു ഔട്ട്കമിനെ അഫക്റ്റ് ചെയ്യാൻ എന്ത് കാരണമാകും? നോയ്സ് കാരണമാക്കാം. നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങളുടെ യഥാർത്ഥ മീനിങ്ങിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാതിരിക്കാൻ ചിലപ്പോൾ ഈ നോയ്സും മറ്റ് ഡിസ്ട്രപ്ഷൻസും കാരണമാകാം എന്ന് ബേൺലൻഡ് ട്രാൻസാക്ഷണൽ മോഡൽ പറയുന്നുണ്ട്. ദെൻ this model can be extremely useful for companies using messaging tools, where cues like cultural or environmental factors can alter the meaning of message. For instance, in a global workplace, someone asking for a upcoming holiday off can be asking for a variety of different days, depending upon where they are located. ഓക്കെ, അതായത് ബേൺലൻ ട്രാൻസാക്ഷണൽ മോഡൽ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മളൊരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെ കൺസെപ്റ്റ് ഇത്രയും ഓർക്കുക. ഇപ്പോൾ ഇതൊരു ബ്രോഡർ പെർസ്പെക്റ്റീവാണ്. ഇവിടെ ഇന്ററാക്ഷൻ നടക്കുമ്പോൾ എല്ലാ ആസ്പെക്ട്സുകളും ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടായിരിക്കും ആ ഇന്ററാക്ഷൻ നടക്കുന്നത്. അൾട്ടിമേറ്റ്ലി വി നീഡ് ടു കം അപ്പ് വിത്ത് എ റിസൾട്ട്, ഒരു ഔട്ട്കം അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. അതിനുവേണ്ടി എല്ലാ ഫാക്ടേഴ്സും, ഇപ്പോൾ കൾച്ചറൽ ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഇവയെല്ലാം അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ എക്സാമ്പിൾ വിത്ത് കൺഫ്യൂസിങ് ആണ്. ആ എക്സാമ്പിളോടെ കിടക്കട്ടെ. നിങ്ങൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക. എല്ലാ രീതിയിലും എല്ലാ ഫാക്ടേഴ്സും ഈ പറയുന്ന നമ്മളുടെ റിസൾട്ടിനെ, അതായത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഔട്ട്കമിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ബേൺലൻ ട്രാൻസാക്ഷണൽ മോഡൽ പറയുന്നത്. ദെൻ അവസാനത്തെ മോഡലാണ് ഡാൻസ് ഹെലിക്കൽ മോഡൽ. ഡാൻസ് ഹെലിക്കൽ മോഡൽ സജസ്റ്റ് ദാറ്റ് communication is a circular process. Again,
സർക്കുലർ പ്രോസസ് എന്ന് തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. വേർ ഇൻ ദി കോൺവെർസേഷൻ ബിക്കം മോർ കോംപ്ലെക്സ് ആസ് വി ഡൈവ് ഡീപ്പർ ഇൻ ടു ദി ഇന്ററാക്ഷൻ. ഇറ്റ്സ് ഓഫൺ റെപ്രസെന്റഡ് വിഷ്വലി ബൈ എ ഹെലിക്കൽ സ്പൈറൽ. അതായത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കുലർ മോഡൽ തന്നെയാണ്, പക്ഷേ കോൺവെർസേഷൻ പതുക്കെ പതുക്കെ പോകുമ്പോൾ ഡീപ്പായി പോകുമ്പോൾ കൂടുതൽ കോംപ്ലക്സ് ആവും. ഇനീഷ്യൽ ലെവലിൽ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ചെറിയൊരു എന്താ ഒരു നാരോ സർക്കിൾ ഷേപ്പ് ആണെന്ന് പറയാം. പക്ഷേ കുറെ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡീപ്പ് ആകുമ്പോൾ ആ കമ്മ്യൂണിക്കേഷന്റെ കോംപ്ലക്സിറ്റി വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ദി മോഡൽ ഇൻഡിക്കേറ്റ് ദാറ്റ് വി ഗ്രാജുവലി ഇംപ്രൂവ് ഹൗ വി കമ്മ്യൂണിക്കേറ്റ് ഓവർ ടൈം ബൈ റെസ്പോണ്ടിങ് ടു ദി ഫീഡ്ബാക്ക് പ്രൊവൈഡഡ് ബൈ ദി പീപ്പിൾ വി കമ്മ്യൂണിക്കേറ്റ് വിത്ത്. സോ ഓരോ ടൈമിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾ ഒരാളുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു, അവർ തരുന്ന ഫീഡ്ബാക്കിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കോണ്ടെക്സ്റ്റുകളിൽ വ്യത്യാസങ്ങൾ വരും. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ വീണ്ടും ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ ഓരോ ലെവലിലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ് കൂടി വരുമെന്നും ഈ മോഡൽ പറയുന്നുണ്ട്. ജസ്റ്റ് നോക്കുക, ദി മോഡൽ ഇൻഡിക്കേറ്റ് ദാറ്റ് വി ഗ്രാജുവലി ഇംപ്രൂവ് ഹൗ വി കമ്മ്യൂണിക്കേറ്റ് ഓവർ ടൈം. പതുക്കെ പതുക്കെ നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും ബൈ റെസ്പോണ്ടിങ് ടു ദി ഫീഡ്ബാക്ക് പ്രൊവൈഡഡ് ബൈ പീപ്പിൾ വി കമ്മ്യൂണിക്കേറ്റ് വിത്ത്. നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ അനുസരിച്ച് നമ്മളുടെ കമ്മ്യൂണിക്കേഷന്റെ ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഡാൻസ് ഹെലിക്കൽ മോഡൽ ഓൾസോ സജസ്റ്റ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് കൺസിസ്റ്റന്റ്ലി ഇവോൾവിങ്. അപ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഈ മോഡൽ പറയുന്നുണ്ട്. ആസ് വി ലേൺ ആൻഡ് ഡെവലപ്പ് അലോങ് സൈഡ് our team members, our understanding of them, and the world in which we are operating continues to evolve, allowing us to achieve goals more effectively. സോ പതുക്കെ പതുക്കെ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള പോലെ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി, രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ആദ്യമായിട്ട് അവർ പരിചയപ്പെടുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരിക്കും. പതുക്കെ പതുക്കെ ആ കമ്മ്യൂണിക്കേഷൻ മൂവ് ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിക്കേഷന്റെ ഡെപ്ത് കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. കൂടുതലായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അവരുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷന്റെ ഇഫക്റ്റീവ്നെസ്സും കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ബേസ്ഡ് ഓൺ റെസ്പോൺസ് ഫീഡ്ബാക്ക് ഒക്കെ കിട്ടും. നമ്മൾ സംസാരിക്കുന്നതനുസരിച്ച് അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഒക്കെ മനസ്സിലാക്കി നമ്മൾ കൂടുതൽ ബെറ്റർ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങും എന്നാണ് ഈ മോഡൽ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡാൻസ് ഹെലിക്കൽ മോഡൽ. സോ ലാസ്റ്റ് നമ്മൾ ട്രാൻസാക്ഷണൽ മോഡലിൽ രണ്ട് മോഡലുകളാണ് പറഞ്ഞത്. ഒന്ന് ബാലൻസ്ഡ് ട്രാൻസാക്ഷണൽ മോഡൽ, രണ്ടാമതായിട്ട് ഡാൻസ് ഹെലിക്കൽ മോഡൽ. ഇനി ഫീച്ചേഴ്സ് ഓഫ് ട്രാൻസാക്ഷണൽ മോഡൽ. ട്രാൻസാക്ഷണൽ മോഡലും ലൈക്ക് ഇന്ററാക്ഷണൽ മോഡൽ two-way flow ആണ്. ഇൻഫർമേഷൻ ഫ്ലോസ് ഇൻ ബോത്ത് ഡയറക്ഷൻ വിത്ത് സെൻഡർ ആൻഡ് റിസീവർ ആക്റ്റീവ്ലി സെൻഡിങ് ആൻഡ് റിസീവിംഗ് മെസ്സേജസ്. ദിസ് ക്രിയേറ്റ്സ് ഡൈനാമിക് എക്സ്ചേഞ്ച് ആൻഡ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ഫോർ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. പറഞ്ഞല്ലോ നമ്മള്, കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞതാണ്. രണ്ട് സൈഡിലേക്ക് പോകുന്നുണ്ട്, റിസൾട്ട് ഓറിയന്റഡ് ആണ്. കമ്മ്യൂണിക്കേഷനിൽ നിന്നും ഇന്ററാക്ഷനിൽ നിന്നും നമുക്കൊരു ഔട്ട്കം വേണം, ആ രീതിയിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. ഫീഡ്ബാക്ക് ഈസ് എ ന്യൂ മെസ്സേജ്. അത് നമ്മൾ ഓൾറെഡി ട്രാൻസാക്ഷണൽ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞു. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് റെസ്പോൺസ് മാത്രമല്ല, ഇത് പുതിയൊരു മെസ്സേജ് ആണ്. സോ ബോത്ത് സെൻഡർ ആൻഡ് റിസീവർ പ്രൊവൈഡ് ഫീഡ്ബാക്ക്, കണ്ടിന്യൂസ്ലി ഷേപ്പിംഗ് ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. സൈമൾട്ടേനിയസ് എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. ടൈം ടു ടൈം രണ്ട് പാർട്ടീസും എൻകോഡ് ചെയ്യുന്നുണ്ട്, രണ്ട് പാർട്ടീസും ഡീകോഡ് ചെയ്യുന്നുണ്ട്. സെൻഡർ ആൻഡ് റിസീവർ ഡസ് നോട്ട് സ്ട്രിക്ട്ലി alternate between എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് റോൾസ്. ആ റോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് മാറി വരും. അല്ലെങ്കിൽ ആ ഒരു സെയിം ടൈമിൽ തന്നെ ആ ഒരു എൻകോഡറും ഒരു ഡീകോഡറുമായി മാറുന്നതായിട്ട് കാണാം. സോ ദേ ക്യാൻ എൻകോഡ് ആൻഡ് ഡീകോഡ് മെസ്സേജസ് സൈമൾട്ടേനിയസ്ലി കോൺട്രിബ്യൂട്ടിംഗ് ടു എ ഡൈനാമിക് എക്സ്ചേഞ്ച്. ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ ആണ്, പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതൊരു എൻകോഡിങ് ഡീകോഡിങ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ആയിരിക്കും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിൽ മാറി വരും. ഓക്കെ, സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ ടൈമിൽ തന്നെ എൻകോഡിങ് ഡീകോഡിങ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ദെൻ എംഫസിസ് ഓൺ കോണ്ടെക്സ്റ്റ്. ഇവിടെയും കോണ്ടെക്സ്റ്റിനാണ് എംഫസിസ് കൂടുതൽ വരുന്നത്. ദി മോഡൽ കൺസിഡേഴ്സ് ദി ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇൻക്ലൂഡിംഗ് ദി ടെക്സ്റ്റ് സെറ്റിംഗ്, റിലേഷൻഷിപ്പ് ആൻഡ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ഓഫ് ദി പാർട്ടിസിപ്പൻസ്. ഇതെല്ലാം ആ ഫിസിക്കൽ സെറ്റിംഗ് എങ്ങനെയാണ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അതേപോലെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എക്സ്പീരിയൻസസ്, ആ ഇൻഡിവിജ്വലുമായിട്ടുള്ള പ്രീവിയസ് എൻകൗണ്ടേഴ്സ്, ഇവയെല്ലാം കമ്മ്യൂണിക്കേഷനെ അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. The context influences how messages are sent, received, and interpreted. Then the focus on relationship and shared meaning. So രണ്ടുപേരുമായിട്ട് ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, രണ്ടുപേരുമായിട്ട് ആ കമ്മ്യൂണിക്കേഷനിൽ ഒരു അർത്ഥം ഉണ്ടാക്കിയെടുക്കുക, ഇതാണ് അവിടെ വരുന്നത്. സോ
So communication is seen as a process of building shared meaning through continuous interaction. ഒരു എവർ കണ്ടിന്യൂയിങ് ഇന്ററാക്ഷൻ വഴി നമ്മൾ പറഞ്ഞല്ലോ ഒരു ഹെലിക്കൽ ഫേസ് പോലെയാണ്. അതായത് ഇനീഷ്യലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും. പതുക്കെ പതുക്കെ ഡീപ്പറായിട്ട് പോകുന്തോറും സംഭവിക്കുക കമ്മ്യൂണിക്കേഷന്റെ കോംപ്ലക്സിറ്റി കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു രീതിയിൽ ഇവർ തമ്മിൽ ഷെയർഡ് കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ ഉള്ള സ്കോപ്പ് ഉണ്ട്. പതുക്കെ ആ ഇന്ററാക്ഷൻ കൂടുന്നതിനനുസരിച്ച് അവരുടെ ക്വാളിറ്റീസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദി മോഡൽ എംഫസൈസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് ദി മെസ്സേജ് ഇറ്റ് സെൽഫ് ആൻഡ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ. മെസ്സേജ് കൃത്യമായിട്ട് അവരിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പാസ്പോർട്ട് ബിൽഡിങ് ബെറ്റർ ആക്കുന്നതിൽ കമ്മ്യൂണിക്കേഷൻ പെർഫോമൻസ് ഉണ്ടെന്നാണ് ഈ മോഡൽ പറയുന്നത്. Then influence of power dynamics. This model acknowledges that power dynamics can influence communication, potentially impacting how messages are formulated and interpreted. So എങ്ങനെയാണ് അവർ തമ്മിലുള്ള ഇന്ററാക്ഷനിൽ അതോറിറ്റി ഫ്ലോ വരുന്നത്, പവർ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ആ പവർ വെച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ പവർഫുൾ ആയുള്ള പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്നതായിട്ടും അദ്ദേഹത്തിനെ ഒബേ ചെയ്യുന്ന പേഴ്സൺ ആണ് സെക്കൻഡ് പാർട്ടി എങ്കിൽ ആ പവർ ഷിഫ്റ്റിംഗ് അനുസരിച്ച് പവർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കമ്മ്യൂണിക്കേഷന്റെ ഇഫക്റ്റീവ്നെസ്സും കൂടുകയും കുറയുകയും ചെയ്യുന്നതായിട്ട് ഈ ഒരു മോഡൽ പ്രകാരം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, സോ ദീസ് ആർ ദി വൺ മോർ റിയലിസ്റ്റിക് ദാൻ ലീനിയർ മോഡൽ. ലീനിയർ മോഡലുമായിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് 2-way പ്രോസസ് ആണ് ആൻഡ് ഡീറ്റെയിൽഡ് ആണ് ആൻഡ് ഓൾസോ വി ആർ ട്രൈങ് ടു അച്ചീവ് എന്താ പറയുക ഒരു ഔട്ട്കം ഓറിയന്റഡ് ആയിട്ടുള്ള മോഡലാണ്. അതൊക്കെ വെച്ചിട്ട് ലീനിയർ മോഡലിനേക്കാൾ ഒരുപാട് ബെറ്റർ ആണ് ഈ ഒരു മോഡൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ കമ്പാരിസൺ ജസ്റ്റ് ഒന്ന് കാണുക. ലീനിയർ മോഡൽ, ഇന്ററാക്ഷണൽ മോഡൽ ആൻഡ് ട്രാൻസാക്ഷണൽ മോഡൽ. ഇന്ററാക്ഷണൽ മോഡലും ട്രാൻസാക്ഷണൽ മോഡലും 90% ഒരുപോലാണ്. ഓക്കെ, ഒരു 10% ട്രാൻസാക്ഷണൽ മോഡൽ കുറച്ചുകൂടി മുകളിലേക്ക് പോകുന്നത്. ജസ്റ്റ് നോക്കുക, ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ലീനിയർ മോഡലാണെങ്കിൽ 1 way ആണ് സെൻഡർ ടു റിസീവർ. മറ്റ് 2 മോഡലിലും സെൻഡറും റിസീവറും പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഫോക്കസ് ദി മെസ്സേജ് കണ്ടന്റ് ആൻഡ് ക്ലാരിറ്റി. കണ്ടന്റിലും കൃത്യമായിട്ട് ആ മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ടെന്നുള്ളത് മാത്രമാണ് ലീനിയർ മോഡൽ ഇമ്പോർട്ടൻറ്റ്. ദെൻ ഫോക്കസ് ഇന്ററാക്ഷണൽ മോഡൽ ആയി കഴിഞ്ഞാൽ എന്താ അതിന്റെ ഫോക്കസ്? ഇന്ററാക്ഷൻ പ്രോസസ്സിലാണ്. രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നുണ്ട്, ഡൈനാമിക്സ് പ്രോപ്പറാണ് എന്നുള്ളതാണ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ട്രാൻസാക്ഷണൽ മോഡലാണെങ്കിലോ ഷെയർഡ് മീനിങ് മീൻസ് അതിൽ നിന്നൊരു ഔട്ട്കം ക്രിയേറ്റ് ചെയ്യണം, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. അതിനകത്താണ് ട്രാൻസാക്ഷണൽ മോഡൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദെൻ ഫീഡ്ബാക്ക് ആബ്സെന്റ് ആണ് ലീനിയർ മോഡലിൽ. കൺസിഡർ ആസ് എ റെസ്പോൺസ്. ഇന്ററാക്ഷണൽ മോഡലിൽ കൂടുതൽ റെസ്പോൺസ് ആയിട്ടാണ് കേട്ടോ. നമ്മളവിടെ പറഞ്ഞപ്പോൾ അതിനകത്തൊരു ചെറിയ കറക്ഷൻ നിങ്ങൾ വരുത്തിയേക്കുക. ഇന്ററാക്ഷണൽ മോഡലിൽ റെസ്പോൺസ് ആയിട്ടാണ് കൂടുതൽ ഫീഡ്ബാക്ക് വരുന്നത്. ട്രാൻസാക്ഷണൽ മോഡലിൽ ആണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് കൂടുതൽ ഒരു ന്യൂ മെസ്സേജ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഒരു പരിധി വരെ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് റെസ്പോൺസ് വിൽ ബിക്കം എ ന്യൂ മെസ്സേജ്. അതുകൊണ്ട് അതിനകത്ത് ഇന്റർമീനിങ് ആയിട്ട് കിടപ്പുണ്ട്. എന്നിരുന്നാൽ കൂടിയും ലീനിയർ കഴിഞ്ഞ് ഇന്ററാക്ഷനിൽ പറയുമ്പോൾ ജസ്റ്റ് ഓർക്കുക, ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് റെസ്പോൺസ് സ്റ്റേജ് ആണ്. ദെൻ ട്രാൻസാക്ഷനിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ എന്തായി മാറും? ഒരു പുതിയ മെസ്സേജ് ആയിട്ട് മാറും. ഒരാൾ സെൻഡർ റിസീവറിലേക്ക് മെസ്സേജ് കൊടുക്കുന്നു, അതിന് മറുപടി എന്നുള്ളതിലുപരിയായിട്ട് പുതിയൊരു മെസ്സേജ് ആയിരിക്കും റിസീവറിൽ നിന്നും സെൻഡറിലേക്ക് എത്തുക. ദെൻ വീണ്ടും സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് ഫ്ലോ ചെയ്യും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്ന രീതിയിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നത്. ദെൻ കോണ്ടെക്സ്റ്റ് ഇഗ്നോർഡ്. കോണ്ടെക്സ്റ്റിന് അവിടെ സിഗ്നിഫിക്കൻസ് ഇല്ല. അതേസമയം ഇന്ററാക്ഷണൽ മോഡലും ട്രാൻസാക്ഷണൽ മോഡലും കോണ്ടെക്സ്റ്റിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ കോണ്ടെക്സ്റ്റുകളെ 2 മോഡലും അഡ്രസ് ചെയ്യുന്നുണ്ട്. ദെൻ പാർട്ടിസിപ്പൻസ് റോൾസ്. സെൻഡർ ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആണ് ലീനിയർ മോഡലിൽ, റിസീവർ പാസീവ് ആണ്. പക്ഷേ ഇന്ററാക്ഷണൽ മോഡലും ട്രാൻസാക്ഷണൽ മോഡലിലും സെൻഡർ റിസീവറിനും 2 പേർക്കും ആക്റ്റീവ് റോൾ ഉണ്ട്. ഓക്കെ, പിന്നെ ട്രാൻസാക്ഷണൽ മോഡലിൽ ഉള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? എൻകോഡിങ്ങും ഡീകോഡിങ്ങും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കും. അതേസമയം ഇന്ററാക്ഷണൽ മോഡലാണെങ്കിൽ എൻകോഡിങ് ഹാപ്പൻ ചെയ്യുന്നത് ഒരു ടൈമിലാണ്. മീൻസ് സെൻഡർ സംസാരിക്കുമ്പോൾ എൻകോഡിങ് ഹാപ്പൻ ചെയ്യുന്നു, ദെൻ അത് റിസീവറിലേക്ക് എത്തുമ്പോൾ റിസീവർ ഡീകോഡ് ചെയ്യുന്നു. അതിനുശേഷം മറുപടി എന്ന് പറയുന്നത് വീണ്ടും കുറച്ച് ദർ ഇസ് എ ടൈം ഡിലേ. ആ ഒരു ടൈം ഡിലേ ട്രാൻസാക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. സൈമൾട്ടേനിയസ് ആയിട്ട് ഒരുമിച്ച് പോകുമെന്ന് പറയാം. ഓക്കെ, അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ നോയ്സ് ഇറ്റ്സ് നോട്ട് കൺസിഡർഡ് ഇൻ ലീനിയർ മോഡൽ. ഇന്ററാക്ഷണൽ മോഡലിൽ നോയ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ട് പറയുന്നില്ല. നോയ്സ് ഉണ്ട്, നോയ്സ് അഫക്ട് ചെയ്യുന്നതായിട്ട് പറയുന്നു. അതേസമയം ട്രാൻസാക്ഷണൽ മോഡലിൽ നോയ്സിനെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ടും അത് പൊട്ടൻഷ്യലി നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. സ്ട്രെങ്ത് ലീനിയർ മോഡൽ സിമ്പിൾ ആണ്. ഓക്കെ, ഇന്ററാക്ഷണൽ മോഡൽ റിയലിസ്റ്റിക് ആണ്.
ഡൈനാമിക്സിനെ പറ്റി, പരസ്പരമുള്ള ഡൈനാമിക്സിനെ പറ്റി ഇത് പറയുന്നുണ്ട്. ട്രാൻസാക്ഷണൽ മോഡൽ കൂടുതൽ റിയലിസ്റ്റിക് ആണ്, ക്യാപ്ചേഴ്സ് ദി കോണ്ടെക്സ്റ്റ് ആൻഡ് റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പ് ഫ്ലോ ചെയ്യുന്നോ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യുന്നോ ഒക്കെ എങ്ങനെയാണെന്ന് ട്രാൻസാക്ഷണൽ മോഡൽ പറയുന്നുണ്ട്. വീക്ക്നെസ് ഓവർ സിംപ്ലിഫിക്കേഷൻ ആണ് ലീനിയർ മോഡലിന്റെ ഒരു വീക്ക്നെസ്. ദെൻ ഇന്ററാക്ഷൻ മോഡലിലെ ലെസ് ഫോക്കസ് ഓൺ മെസ്സേജ് കണ്ടന്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് കോംപ്ലക്സ് ആണ്. അതേസമയം ട്രാൻസാക്ഷണൽ മോഡൽ കൂടുതൽ കോംപ്ലക്സ് ആണ്, റിക്വയർസ് മോർ കൺസിഡറേഷൻ ഓഫ് ദി കോണ്ടെക്സ്റ്റ് ആൻഡ് ഡൈനാമിക്സ്. ഓക്കെ, അതാണ് അതിന്റെ ഇഷ്യൂസ്. കൂടുതൽ കോംപ്ലക്സ് ആണ്, അവിടെ കോണ്ടെക്സ്റ്റിനെ പറ്റി കൺസിഡർ ചെയ്യുന്നുണ്ട്, കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ നോക്കേണ്ടി വരും. അതൊക്കെയാണ് ട്രാൻസാക്ഷണൽ മോഡലിന്റെ ലിമിറ്റേഷൻസ്. ദെൻ ബെസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ലീനിയർ മോഡൽ സിമ്പിൾ ആണ്, സിമ്പിൾ കമ്മ്യൂണിക്കേഷൻ സിനാരിയോസ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ലീനിയർ മോഡൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ഇന്ററാക്ഷണൽ മോഡൽ കോംപ്ലക്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വിത്ത് ഇന്ററാക്ഷൻ ആൻഡ് ഫീഡ്ബാക്ക്. അതാണെങ്കിൽ ഇന്ററാക്ഷൻ ബേസിക് ലെവൽ ഇന്ററാക്ഷൻ ഫീഡ്ബാക്കും കിട്ടുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഇന്ററാക്ഷൻ മോഡൽ. ദെൻ ട്രാൻസാക്ഷണൽ ആണെങ്കിൽ കോംപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ വിത്ത് കോണ്ടെക്സ്റ്റ്, റിലേഷൻഷിപ്പ് ആൻഡ് പവർ ഡൈനാമിക്സ്. ഇവിടെ കൂടുതലായിട്ട് വരുന്ന രണ്ട് ഫാക്ടേഴ്സ് നിങ്ങൾ ഓർക്കുക, കോണ്ടെക്സ്റ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, പവർ ഡൈനാമിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇത് രണ്ടുമാണ് ട്രാൻസാക്ഷണൽ മോഡൽ വരുന്നത്. സോ ഏതൊക്കെയാണ് മോഡലുകളെന്നും അതിൻ്റെ ഒരു കമ്പാരിസണും ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇത് നല്ല രീതിയിൽ പഠിക്കണം. ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ പറയൂ. കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ശരി, ജസ്റ്റ് ഒരു PYQ നോക്കി മോഡൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ലെസ് വെലിയൻ തിയറി മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ is the foundation of media. ഇത് ഏത് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാണെന്ന് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമേ കാണിക്കുന്നുള്ളൂ, ആൻസർ നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. ആൻസറിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം നമുക്ക് പറയാം. ദെൻ ഷണ്ണൻ ആൻഡ് വീവർ മോഡലുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ഇസ് നോട്ട് ഫോക്കസ്ഡ് ഓൺ, എന്തിനാണ് അത് ഫോക്കസ് ചെയ്യാത്തതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നോക്കണം, അതിനെപ്പറ്റി നമ്മൾ പറയും. ദെൻ അതേപോലെ മാസ് കമ്മ്യൂണിക്കേഷൻ, ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ഓഡിയൻസ് ഈസ് ഹെട്രോജീനിയസ് ആണ്. അതേപോലെ സി മെക്കാനിക്കൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്ത മോഡൽ അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കണ്ടോ, എല്ലാ രീതിയിലും ഈ പറയുന്ന എല്ലാ ഏരിയയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവയെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അത് നമുക്ക് അടുത്ത സെഷനിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. എല്ലാ ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. വി വിൽ കണ്ടിന്യൂ ഇൻ അവർ നെക്സ്റ്റ് ലെക്ചർ. ബൈ.